മഹാനായിരിക്കുന്ന നമ്മുടെ വാപ്പയുടെ ആദം നബിയുടെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കലിന്റെ കാരണമായിട്ട് അവൻ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണ്, അള്ളാഹുവേ, ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ആദമാണെങ്കിൽ ഈ ആദമിന്റെ മക്കൾ എവിടെയൊക്കെ നല്ല പരിപാടി ചെയ്യാൻ, നല്ല അമല് ചെയ്യാൻ എവിടേക്കൊക്കെ പോവോ അവിടെ മുഴുവനും അവരെ പിന്തിരിപ്പിക്കാനുള്ളതായിരിക്കുന്ന ഒരു കഴിവ് നീ എനിക്ക് തരണമേ എന്ന് ചോദിച്ചു വാങ്ങിയതാവൻ. അള്ളാഹു തആല ഒപ്പിട്ട് കൊടുത്തു, നീ വേണ്ട പോലെ ചെയ്തോ. അവൻ വരും. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ പോലും മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്, നിസ്കാരത്തിന് കൈകെട്ടുമ്പോൾ റബ്ബി ഇന്നി അഊദു ബിക റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ എന്നുള്ള ദുആ ചൊല്ലിട്ടാണ് നമ്മൾ കൈകെട്ടേണ്ടത്. അതല്ല എങ്കിൽ ഖൻസബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പിശാചാണ് നിസ്കാരത്തിൽ നമ്മൾ ശല്യപ്പെടുത്താൻ വരുന്നവൻ. നിസ്കാരത്തിൽ സ്വീപ്പാക്കാൻ വേണ്ടി വരുന്നവന്റെ പേര് ഖിൻസിബ് എന്നാണ്. ഓരോരോ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇബ്ലീസ് ഓരോരുത്തർക്ക് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അപ്പൊ നിസ്കാരത്തിൽ സ്വീപ്പാക്കാൻ വരുന്ന ആളെ പേര് ഖിൻസിബ് എന്നാണ്. ആ കാക്കയുടെ ശല്യം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇത് ചൊല്ലിയുടെ കൈകെട്ടുന്നത്. റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ എന്ന് പറഞ്ഞ് കൈകെട്ടണമെന്നാണ്. അല്ലാഹു തആല സമ്മതം കൊടുത്തിട്ടുണ്ട്, നീ കഴിയുന്നവരൊക്കെ എന്തായിക്കോളൂ, നീ പഴപ്പിച്ചോ. സന്തോഷത്തോടുകൂടി ഇബ്ലീസ് പിരിയുമ്പോ അല്ലാഹു തആല ഇബ്ലീസോട് പറഞ്ഞു, ഇബ്ലീസേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ ചില ദാസന്മാരുണ്ട്, എന്റെ ചില അടിമകളുണ്ട്. ആ അടിമകളെ അവർക്ക് യാതൊരു വിധത്തിലുള്ളതായിരിക്കുന്ന കുഴപ്പമുണ്ടാക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല, അവർക്ക് മേൽ നിനക്ക് അധികാരമില്ല എന്ന് അല്ലാഹു പറഞ്ഞു. അതാരാ? എന്റെ അടിമകൾ. ഈ ഇരിക്കുന്ന എല്ലാവരും അള്ളാഹിന്റെ അടിമകളല്ലേ? ഈ പറയുന്ന ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ലേ? നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ ദാസന്മാരാ. എന്നാൽ നമ്മളെല്ലാവരെയും ഇബ്ലീസ് പിഴപ്പിക്കുന്നുണ്ടല്ലോ. നമുക്ക് ആർക്കാണ് ധൈര്യത്തോടെ പറയാൻ കഴിയുക, ഉസ്താദെ, ഇന്നത്തെ ഇശാ നിസ്കാരത്തിൽ കൈകെട്ടിയിട്ട് സലാം കിട്ടുന്നത് വരെ അല്ലാഹുവല്ലാത്ത ഒരൊറ്റ ശക്തിയും എന്റെ മനസ്സിൽ കയറി വന്നിട്ടില്ല പറയാൻ കഴിയോ? നമുക്കാർക്കും ഈ ഉള്ള എനിക്ക് കഴിയോ? കൈകെട്ടിയിട്ട് സലാം കിട്ടുന്നത് വരെ അല്ലാഹുവല്ലാത്ത ഒരു ശക്തി എന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. അത് വരാതാക്കുന്നത് ആരാ? ഇബ്ലീസല്ലേ? അപ്പൊ നമ്മൾ അല്ലാഹുവിന്റെ അടിമകളല്ലേ? ആരായവര്? അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്ന ഒരു സ്ഥാനം ഒരു മനുഷ്യനിക്ക് അല്ലാഹു തആല കൊടുത്താൽ അവൻ വിജയിച്ചു കഴിഞ്ഞു. ദുനിയാവിലെ പേരുകളിൽ ഏറ്റവും ഉന്നതമായ പേരേതാ? അബ്ദുല്ലാ എന്ന പേരാ. ഭൂമി ലോകത്തുള്ള പേരുകളിൽ ഏറ്റവും ടോപ്പ് പേര് അബ്ദുല്ലാ എന്നതാണ്, അള്ളാഹുവിന്റെ ദാസൻ. അതിൽ നിന്ന് ലോപിച്ചു വന്നതായിരിക്കും. പഴയ കാലത്തെ ആൾക്കാർ ബടുവൻ കുഞ്ഞിന്ന് പേരക്കാരുണ്ട് അല്ലേ? ഈ ഭാഗത്തുണ്ടാവും തോന്നുന്നു എനിക്ക്. ബടുവൻ എന്ന്, ബടുവൻ എന്ന് പറഞ്ഞാൽ ദാസൻ എന്നർത്ഥം. അപ്പൊ അത് അറബീന്റെ മലയാളാണിത്, അള്ളാന്റെ ബടുവൻ. മനസ്സിലായില്ലേ? അത് പിന്നെ ഉമ്മമാരെന്താക്കും? സ്നേഹത്തെ വിളിക്കും, ഒരു കുഞ്ഞു കൂട്ടും, അങ്ങനെ ബടുവൻ കുഞ്ഞിയാകും. പേരുകളൊക്കെ നമ്മള് അബ്ദുല്ലാ എന്ന പേര് വെച്ചിട്ട് അധികം ആൾക്കാർ അബ്ദുല്ലാ എന്ന് വിളിക്കാറില്ല. അതിന് വേറെ ഏതെങ്കിലും ഷോർട്ടാക്കിട്ട് വിളിക്കല്. അള്ളാന്റെ ഭൂമി ലോകത്ത് അത്ര നല്ലൊരു പേര് വേറെ ഇല്ല. അള്ളാഹുവിന്റെ ദാസന്മാരെ ഇബ്ലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഏത് ഭാഷയിലാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്കറിയോ? ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ആചാര്യ ഇപ്പൊ നമ്മളോട് പറയാറുണ്ട്, ഉസ്താദെ, അയാൾക്ക് 5 മക്കൾ. നിങ്ങൾ വിചാരിച്ചോളി, 5 മക്കളിൽ 3 മക്കൾ ഈ ആചാര്യ പറയുന്നത് പോലെ നല്ല നിലക്ക് അനുസരിച്ച് ജീവിക്കുന്ന മക്കളാണ്. പിന്നെ 2 മക്കളുണ്ട്, ആ മക്കള് വല്ലാത്ത കുഴപ്പക്കാരാ. എല്ലാ സ്ഥലത്തും ആ മക്കളെ കൊണ്ട് ഈ ആചാര്യ ഭയങ്കര കുഴപ്പമാണ്. എന്നാൽ ഈ ആചാര്യ ഒരു പറച്ചിലുണ്ട്, ഉസ്താദെ, ഈ 3 എന്റെ മക്കളാണ്, ഇത് 3 എന്റെ മക്കളാ. അപ്പൊ മറ്റേ വേറെ ആളതാ, ആ 2 ഇയാളെ തന്നെ. പക്ഷെ അത് എന്റേതെന്ന് പറയണില്ല അയാള്. എന്താ? അത് നമ്മൾ പറഞ്ഞ പോലെ കേൾക്കാത്തതാ. നമ്മൾ വരച്ച വരയിൽ നിൽക്കാത്ത മക്കൾ, അത് എന്റെ മക്കളെന്ന് ഞാൻ പറയില്ല. ഈ ഭാഷയിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറഞ്ഞത്, ഇബാദി, ഇബ്ലീസേ, എന്റെ ചില അടിമകളുണ്ട്, ആ അടിമകളെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
അവരോട് നിനക്ക് അധികാരം ചെലുത്താൻ കഴിയില്ല. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാ മഹാനായിരിക്കുന്ന ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മഹാൻ അള്ളാന്റെ അടിമയായിരുന്നു, അള്ളാഹുവിന്റെ ദാസനാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങള്. അതിന്റെ തെളിവല്ലേ മഹാനവറുകൾ സുദീർഘമായിരിക്കുന്ന യാത്ര പോയ ചരിത്രം അവരുടെ ജീവിത ചരിത്രത്തിൽ പറയുന്നുണ്ട്. 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 25 ആണ്ടോളം ചുറ്റി നാടല്ലവർ എന്ന മുഹീദ്ദീമാനിൽ നമ്മൾ പറയാറില്ലേ? 25 കൊല്ലക്കാലം അള്ളാഹുവിന്റെ മഅരിഫത്ത് തേടികൊണ്ട് യാത്ര ചെയ്ത മഹാനായിരിക്കുന്ന ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ മഹാനവറുകളുടെ യാത്രയുടെ മധ്യയിലാണ് ഒരു ദിവസം മഹാനവറുകൾ വല്ലാത്ത ദാഹിച്ച് ക്ഷീണിച്ചതായ വേളയില് എവിടെ നിന്നെങ്കിലും ഇച്ചിരി വെള്ളം കിട്ടിയാൽ എനിക്ക് ദാഹമടക്കാമായിരുന്നല്ലോ എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അന്തരീക്ഷത്തിൽ നിന്ന് ഒരു സ്വർണത്തിന്റെ പാത്രം ഇങ്ങനെ കടന്നു വരുന്നത്. അത്ഭുതകരമായ ഒരു പാത്രം ഇങ്ങനെ കടന്നു വരികയാ. സ്വർണപാത്രം മഹാനായ ശൈഖ് തങ്ങളുടെ മുമ്പിൽ വന്നിങ്ങനെ നിന്നു. വായുവിലാണ് ആ പാത്രം ഇങ്ങനെ നിൽക്കുന്നത്. അത്ഭുതകരമായ പാത്രം തന്നെ മുമ്പിൽ വന്ന് നിന്നപ്പോ സുബ്ഹാനല്ലാഹ്, മുകളിലേക്ക് ഒരു കാർമേഘം കടന്നു വന്നു. ആ പാത്രത്തിന്റെ മുകളിലേക്ക് ഒരു കാർമേഘം കടന്നു വന്നു. ആ കാർമേഘത്തിൽ നിന്ന് സുന്ദരമായി ഷവറിന്റെ വെള്ളം വരുന്നത് പോലെ ഈ സ്വർണ്ണ പാത്രത്തിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകുന്നു. വെള്ളം ഒഴുകുമ്പോ മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാ, അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിർ, നിങ്ങൾ ഇതാ വല്ലാതെ ദാഹിച്ചിരിക്കുന്നു അല്ലേ? നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകുന്നതാണിത്. ഈ സ്വർണ്ണപാത്രത്തിൽ നിങ്ങൾ വെള്ളം കുടിച്ചോ? നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകുന്ന വെള്ളമാ. അപ്പോഴാണ് മഹാനായിരിക്കുന്ന ശൈഖ് തങ്ങൾ അവിടെ വെച്ച് ചിന്തിച്ചത്, അല്ലാ, എന്റെ വലിയപ്പാക്ക് ഹലാലാവാത്തത്, എന്റെ വലിയപ്പാക്ക് അള്ളാഹു ഹറാമാക്കിയതല്ലേ സ്വർണമെന്നത്. മുത്തുനബിക്ക് ഹലാലാവാത്തത് എങ്ങനെയാ എനിക്ക് ഹലാലാകുന്നത്? അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല, ഇത് ഇബ്ലീസിന്റെ കുതന്ത്രമാ, ഇത് ഇബ്ലീസിന്റെ കണിവലയാ. മഹാനായിരിക്കുന്ന ശൈഖ് തങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നത് അള്ളാന്റെ ദാസനാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങള്. ഉടനെ തന്നെ മഹാനവറുകള് ഇബ്ലീസിനോട് പറഞ്ഞമല്ലോ, യാ മൽഊൻ, ശപിക്കപ്പെട്ടവനെ കൊണ്ട് നടക്കടാ നിന്റെ പാത്രമായിട്ട്, എനിക്ക് നിന്റെ വെള്ളത്തിന്റെ ആവശ്യമില്ല. അവരെ പഴപ്പിക്കാൻ ഇബ്ലീസിന് കഴിയില്ല. നമ്മൾ അള്ളാന്റെ അടിമകളാക്കാൻ വേണ്ടി നോക്കണം. അള്ളാഹുവിന്റെ അടിമകളാകാനാ നമ്മൾ നോക്കേണ്ടത്. അള്ളാന്റെ പ്രവാചകന്റെ പോലെ നമ്മൾ പറയാറെങ്ങനെയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. പ്രവാചകനെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ പേര് പറയാനുള്ളത് മുഹമ്മദ് നബി അള്ളാന്റെ ദാസനാണ്, പിന്നെ അള്ളാന്റെ ദൂതനാണ്. റസൂലി എന്ന ആ പദവി നമ്മൾ രണ്ടാമതാ കൊടുക്കുന്നത്. ഒന്നാമത് പറയുന്നത് അബ്ദുഹു. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് എങ്ങനെയാ, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി. അത് വിശേഷമായ ഒരു സ്ഥാനമാ. ആ ഒരു സ്ഥാനം കൈവരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനു വേണ്ടിയാണ് വാളുകൾ കേൾക്കേണ്ടത്, അതിനു വേണ്ടിയാണ് വാളുകൾ പറയേണ്ടത്, അതിനു വേണ്ടിയാണ് വാളുകളെ സംഘടിപ്പിക്കേണ്ടത്. അല്ലാതെ ഇത് ചടങ്ങ് നിർവഹണങ്ങളായി പോകല്ലേ. ഇത് മഹത്വമുള്ളതാ. അള്ളാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന സദസ്സുകളാ. ഇത് നമ്മൾ ചെറുതായി കാണരുത്, ഇതിനെ പുച്ഛിച്ച് തള്ളാൻ പാടില്ല. എങ്ങനെയാണ് ഒരു സ്വലാത്ത് വാർഷികം വെക്കുമ്പോ വെറുതെ ഒരു സ്വലാത്ത് എന്ന് വെച്ചാൽ മതിയോ? 2 ദിവസത്തെ വാല് കൂടി ഇരുന്നോട്ടെ എന്നുള്ള ഒരു തീരുമാനം നിറവേറ്റാൻ വേണ്ടിയാകല്ലേ ഇതുപോലെയുള്ള വാലുകളെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും യാതൊരു ഉപകാരവും ഉണ്ടാവില്ല, യാതൊരു ഉപകാരം ഉണ്ടാവില്ല.
നമ്മുടെ വാളിന്റെ സദസ്സുകൾ നമ്മുടെ ഹൃദയത്തിന്റെ കറകൾ നീക്കാനുള്ളതാകണം. നമുക്ക് വാളിന് വരുമ്പോൾ ഉണ്ടായ തക്കവയേക്കാൾ ഒരു ഇച്ചിരി തക്കവയെങ്കിലും വർദ്ധിച്ചതായിരിക്കണം ഒരു വാളിന്റെ സദസ്സിൽ നിന്ന് നമ്മൾ പിരിയേണ്ടത്. പക്ഷേ വേദനാജനകമെന്ന് പറയാം, ഇന്ന് വാളുകൾ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷേ ഒരു വാളിലും അത്തരത്തിലൊരു ഒരു തക്കവയുടെ വർധനവ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ആളുകൾ വരുന്നു, ആളുകൾ കേൾക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒരു ഉപകാരം ആളുകളെ കൊണ്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. ഡൽഹിയിലും മറ്റൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാരകമായിരിക്കുന്ന കലാപങ്ങൾ നടക്കുക. ഇതൊക്കെ കണ്ടിട്ടും നമ്മളെ മനസ്സ് ചോദിക്കുന്നു, എന്തേ അള്ളാഹു പ്രതികരിക്കുന്നില്ല എന്ന്? എന്തേ അള്ളാഹു പ്രതികരിക്കുന്നില്ല? അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വസിച്ചവന് മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രയാസമാകുമ്പോ എന്തേ പടച്ചവന് സഹായിച്ചുകൂടെ? അള്ളാഹ് സഹായിക്കാൻ പറ്റാത്ത ആളാണോ? അല്ല. പക്ഷെ നമ്മൾ സഹായിക്കപ്പെടാൻ പറ്റാത്തവരായി. അള്ളാഹു സഹായിക്കാൻ അർഹനാണ്. സഹായിക്കപ്പെടാൻ പറ്റിയ ആളുകളല്ലാതെ മാറി മുസ്ലിം സമുദായം. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക? നമ്മൾക്കുള്ളതായിരിക്കുന്ന ഒറിജിനൽ സ്ഥാനത്തേക്ക് കയറി വരണം. അള്ളാഹിന്റെ സഹായം കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകമായിരിക്കുന്ന ഒരു വിഷയം ഇവിടെ എനിക്ക് നൽകിയിട്ടില്ല എങ്കിലും ചില നമ്മുടെ സംഘാടകരൊക്കെ സൂചിപ്പിച്ചത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, ഏറ്റവും കൂടുതൽ തകർച്ചകൾ അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഇന്ന് മനുഷ്യന്റെ ദാമ്പത്യ ജീവിതം, ഭാര്യ-ഭർത്തൃ ജീവിതം എന്ന് പറയുന്നത്. തലാഖുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസവും കാലി ഹൗസിലേക്ക് നമ്മൾ പോയാൽ കാണാം. കാസർഗോഡ് തളങ്കര മാലിക്കത്തിനാർ ജമാഅത്ത് പള്ളിയിലേക്ക് പോയാൽ അവിടെ എല്ലാ ദിവസവും ഒരുപാട് ആണുങ്ങൾ പെണ്ണുങ്ങൾ വരുന്നൊക്കെ കാണാം. അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നമാണ്. അതിൽ ഒരുപാട് തലാഖിൽ അവസാനിക്കുന്നു. വേറെ ചിലത് എങ്ങനെയെങ്കിലും ഒത്തിട്ട് തിരിഞ്ഞു പോകുന്നു, വീണ്ടും വരുന്നു. ഇങ്ങനെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഇന്ന് ഭയങ്കര കുഴപ്പമുള്ളൊരു കാലാണ്. ബാക്കി എല്ലാത്തിലും ഉഷാറ. ഒരു നാടിന്റെ ഏത് പ്രശ്നം തീർക്കാൻ ഇയാൾ കഴിവുള്ള മനുഷ്യനാണ്. നാട്ടിലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ ഭാര്യയുമായിട്ട് ഒത്തുപോകണില്ല. അങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിന്റെ ആൾക്കാർ നമ്മൾ ചോദിച്ചാൽ കിട്ടുന്ന മറുപടിയാണ് നിങ്ങൾക്കറിയോ? കല്യാണമൊക്കെ കഴിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോ കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളകൾ ചോദിച്ചു നോക്ക്, എങ്ങനെയുണ്ടോ ദാമ്പത്യ ജീവിതമൊക്കെ റാഹത്തല്ലേ? അപ്പം എന്റെ മറുപടി എന്താ അറിയോ? അടിപൊളി ഉസ്താദേ, അടിപൊളിയാണ്. 2 കൊല്ലം മുമ്പേ കല്യാണം കഴിക്കാനായിരുന്നു, സൂപ്പറാണ്, നല്ല റാഹത്തിൽ പോകുന്നുണ്ട്. കാരണം തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ഉപ്പർക്ക് ഇപ്പൊ അതിന്റെ ആ സുഖത്തിലാണ് ഉള്ളത്. അതേ പുതിയാപ്പിളയോട് ഒരു 2 വർഷം കഴിഞ്ഞ ഒരു കുട്ടിയില്ലാതിന് ശേഷങ്ങളും എല്ലാം ചോദിച്ചു നോക്ക്, എങ്ങനെയുണ്ടോ ഭാര്യ ഭർത്താവ് ജീവിതത്തിലെ സന്തോഷല്ലേ? അപ്പൊ ഒരു വാക്കണം, എന്ത് പറയാ, ഇങ്ങനെ പോന്ന്. അതേ ആള് ഒരല്പം കൂടി കഴിയട്ടെ, ഒരല്പം കുടുംബജീവിതമായി നടക്കട്ടെ, ഒരു 4-5 കുട്ടികളൊക്കെ ആയി ഉഷാറായി, പിന്നെ ചോദിച്ചു നോക്ക്, കുടുംബജീവിതമൊക്കെ റാഹത്തല്ലേ ആചാരേ? ഉസ്താദേ, കെട്ടിക്കഴിഞ്ഞു, കുട്ടികളായി, ഇനി മരിക്കോളം ജീവിക്കാതെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഒപ്പിച്ചു പോവലാണ്. എന്നോട് പറഞ്ഞവരുണ്ട് പല ഉപ്പമാർ, ഞാൻ ഇത് തമാശ പറയല്ല. കെട്ടിട്ടായി കുട്ടികളായി ഇവൻ എന്താക്കല്, ഇങ്ങനെ പോവല്. ഒരുപാട് ആളുകൾ കൂടുതലായി പള്ളിയിൽ പെരുമാറുന്ന കാണുന്നുണ്ട്. ചിലപ്പോ നമ്മളൊക്കെ വിചാരിക്കും നല്ലൊരു സൂഫിയായ മനുഷ്യനാണ്, കൂടുതൽ പള്ളിയോട് ഭയങ്കര ഇണക്കായാക്ക്. അസ്സലാമു അലൈക്കും റഹ്മത്തല്ലേ, നിങ്ങൾ അധികം പള്ളിയിൽ തന്നെ തോന്നുന്നുണ്ടല്ലേ? ഇത്തിക്കാഫായിരിക്കും എപ്പോഴും. ഇത്തിക്കാഫ് എന്നെ ഉസ്താദ് എന്താ അങ്ങനെ സഹിക്കാൻ കഴിഞ്ഞിട്ട് വന്നതാന്ന്. എന്താ ചോദിക്കാം? ഓളെ അവിടുന്ന് ഇങ്ങനെ വന്നാകെ തെറി ആ പറയ കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞിട്ട് ഉസ്താദെ പള്ളിയിൽ കൂടിയതാണ്. എന്തേ ഹബീബെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എവിടെയാ നമുക്കൊക്കെ പിഴവ് പറ്റിയിരിക്കുന്നത്? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ പടച്ചു വെച്ചിരിക്കുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് അള്ളാഹു ഭാര്യമാരെ തന്നത്,
നിങ്ങൾക്ക് സമാധാനമടയുന്ന ജീവിതമുണ്ടാകാനാ, നിങ്ങളുടെ ടെൻഷനുകളൊക്കെ പോകാനാ, സമാധാനത്തോടുള്ള ജീവിതം ഉണ്ടാകാനാ, നിങ്ങൾക്കുള്ളതായ വികാരങ്ങളെ ഹറാമായ വഴിയിൽ ചെലവഴിക്കുന്നതിന് പകരം ഹലാലായ വഴിയിലൂടെ ചെലവ് ചെയ്യാനാ. അതൊന്നും ഒരു വൈവാഹിക ജീവിതത്തിൽ നടക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്? വളരെ ചുരുങ്ങിയ നിലയിൽ ഭാര്യമാർ ഭർത്താക്കന്മാർ നിർവഹിക്കേണ്ട ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാ. ആ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ നിർവഹിക്കേണ്ടതായ ബാധ്യതകൾ, കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ പുറകോട്ട് പോയപ്പോഴാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇടർച്ച വരുന്നത്, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പ്രശ്നമാകുന്നത്. ഭർത്താവ് മാസങ്ങളോളമായി ഭാര്യയോട് മിണ്ടുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, അതല്ലെങ്കിൽ ഭർത്താവിനോ വേറെ പെണ്ണുമായി ബന്ധമാണ്, ഭാര്യയ്ക്ക് വേറെ ആണുമായി ബന്ധമാ. കുടുംബത്തിൽ നിന്ന് കലഹമാണ്, വീട്ടിൽ നിന്ന് പ്രശ്നമാ. എല്ലായിടത്തും പോയി ദുആ ചെയ്യിപ്പിക്കുന്നു. വാലിന്റെ സദസ്സിൽ പോയി വാലിന്റെ ഉസ്താദിനോട് പറയുന്നു, ഞങ്ങളെ ദാമ്പത്യം നന്നാകാൻ ദ്വാരക്കണം. സ്വലാത്തിൽ വെച്ചുകൊണ്ട് അസീസ് ഷറഫിയോട് ദുആ ചെയ്യിപ്പിക്കുന്നു, ദാമ്പത്യ ജീവിതം നന്നാകാൻ ദ്വാരക്കണേ. പക്ഷേ നേരെയാകുന്നില്ല. എല്ലാം നോക്കി ഉസ്താദേ, എന്റെ ഭാര്യയെ ശരിയാക്കാൻ കഴിയുന്നില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നമ്മൾ ദാമ്പത്യ ജീവിതം നയിക്കുമ്പോഴാ അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ മറന്നുകൊണ്ട് കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് കൊണ്ടാ സഹോദര നമ്മൾ ഈ ഒരു യാതന അനുഭവിക്കേണ്ടി വരുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് അനുഭവിച്ചത് കൊണ്ടാ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമേ കഴിഞ്ഞിട്ടുള്ളൂ, ഡൈവേഴ്സ് ചോദിച്ചു കൊണ്ടുവരുന്നു. തലാഖ് ചോദിച്ചുകൊണ്ടാണ് ചെറുപ്പക്കാർ വരുന്നത്, അതല്ലെങ്കിൽ പെണ്ണിന്റെ ആളുകൾ തലാഖ് ചോദിച്ചുകൊണ്ടാ വരുന്നത്. എന്തേ ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്? സഹോദര, അല്ലാഹുവിന്റെ ദീൻ എന്തെല്ലാം സംഗതികളാണ് നമ്മളോട് പറഞ്ഞത്. ഒരു ഭാര്യ ഭർത്തൃ ജീവിതം മരിക്കുന്നവർ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ജീവിതമായതുകൊണ്ട് ഒരുപാട് മാനദണ്ഡങ്ങൾ അല്ലാഹുവിന്റെ ദീൻ നമ്മളോട് പറഞ്ഞു തരുന്നു. ആ മാനദണ്ഡങ്ങളെല്ലാം നീ പാലിക്കേണ്ടവനാണ്. ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിയുമ്പോ അല്ലാഹുവിന്റെ ദീൻ പറയുന്നു 3-4 കാര്യങ്ങൾ നീ നോക്കിക്കോളൂ. 3-4 കാര്യങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ട് നീ കല്യാണം കഴിച്ചോ. കാരണം ഇത് കളി തമാശയല്ല. എല്ലാത്തിലും കളി തമാശ ഉണ്ടാകും, ഇതിൽ കളി തമാശ ഇല്ല. പായസം വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ പായസം കുടിക്കുമ്പോൾ എത്ര മധുരം ഉണ്ടാകുന്നു അതേ മധുരം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവണം, അല്ലേ? അതുണ്ടാകുന്നില്ലല്ലോ. ഇപ്പൊ എന്തോ ഒരു കൈപ്പുസ്താദേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു തരുന്നത് തുങ്കഹുൽ മർഅതു ലിഅർബഇ ഖിസ്വാൽ. കല്യാണം കഴിയാൻ ഒരുങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? അവരോട് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. സഹോദര, നമ്മളൊക്കെ ഓർത്തു വെച്ചതുപോലെ കല്യാണം എന്ന് പറയുന്നത് നിന്റെ വികാരം ശമിപ്പിക്കാനുള്ള ഒരു കാര്യം മാത്രമല്ല, നിന്റെ ആഗ്രഹം തീർക്കാനുള്ള ഒരു കാര്യം മാത്രമല്ല. അല്ലാഹുവിന്റെ ദീൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിന്റെ ദീനിന്റെ സംരക്ഷണമാണ്. നമ്മൾ നിക്കാന്റെ ഖുതുബയിലേക്ക് കേട്ടിട്ടില്ലേ? മൻ തസവ്വജ ബിംറഅത്തിൽ ഫഖദ് അഹ്റസ സുലുസൈ ദീനി. ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവന്റെ ദീനിന്റെ 2/3 ഭാഗം അവൻ കാത്തു സൂക്ഷിച്ചവനായി. പിന്നെ അവനിൽ നിന്ന് ഹറാമുകൾ വരൽ കുറവായിരിക്കും. പിന്നെ ഒരു ഹറാമായ പെണ്ണിലേക്ക് നോക്കുക എന്നുള്ളത് ഒരു കല്യാണം കഴിച്ചവനിൽ നിന്നുണ്ടാകാൻ സാധ്യതയില്ല. ഒരു ഹറാമായ ആണിനെ നോക്കുക എന്നുള്ളത് കല്യാണം കഴിച്ച ഒരു പെണ്ണിൽ നിന്നുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഖിയാമത്ത് നാളല്ലേ കല്യാണം കഴിച്ചവനാണ് കൂടുതൽ നോക്കുന്നത്. കല്യാണം കഴിച്ചവനാണ് കൂടുതൽ അന്യ പെണ്ണിനെ നോക്കുന്നത്. കല്യാണം കഴിക്കപ്പെട്ട പെണ്ണാണ് അന്യ പുരുഷന്മാരേക്ക് കൂടുതൽ ബന്ധപ്പെടാൻ നോക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിനെല്ലാം ഇപ്പോൾ എതിരാണ്. കാരണം ഖിയാമത്ത് നാളുമായി അത്രയും നമ്മൾ അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാ. അപ്പൊ പലതും ഇവിടെ സംഭവിക്കാനുണ്ട്. ആ കൂട്ടത്തിൽ ഇതൊക്കെ സംഭവിച്ചോളൂ.
പിന്നീട് കുഴപ്പം വരാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറയാണ് ഒരു 4 സംഗതികൾ. ആ ഫാൻ ഒന്ന് ലേശം കൊണ്ട് തിരിക്കോ, അതൊരു മഷറ തന്നെ പഠിച്ചാനാ. മഷറ അങ്ങനെ ഉണ്ടാവാൻ നമുക്കിതൊരു ചെറിയ ചൂടിനെ സഹിക്കാനില്ല. നമ്മളെ കൊണ്ടുപോയിട്ട് ഒരിച്ചാണ് മുകളിലെ സൂര്യന്റെ താഴെ നിർത്തും അല്ലാഹു തആല. അല്ലാഹു തആല അന്ന് നമ്മളെല്ലാം രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്, ഒരു 4 കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണ് അവര് ചെറുപ്പക്കാരെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ആ മനുഷ്യൻ ശരിക്കും ശ്രദ്ധിച്ചാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതെങ്കിൽ അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ കുഴപ്പങ്ങൾ വരില്ല. ഏതാണ് ആ 4 കാര്യങ്ങള്? നമ്മളെല്ലാം കേട്ട ഹദീസാ. തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസ്വാൽ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറയുന്നത് ഒരാളെ കല്യാണം കഴിക്കുന്ന 4 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്നാമത്തത് ലിമാലിഹാ, ഒരു പെണ്ണിന്റെ സമ്പത്തിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീധനം വാങ്ങണം എന്നല്ല അതിന്റെ അർത്ഥം. അതായത് ഒരു പെണ്ണിന്റെ സാമ്പത്തിക സ്രോതസ് ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുമ്പോൾ അത് അന്വേഷിക്കാം, തെറ്റില്ല. കാരണം അവളെ ബാപ്പാക്ക് സമ്പത്തൊക്കെ ഉണ്ടോ, ഇവൾ പിന്നെ ബാപ്പൊക്കെ മരിച്ചു പോയാൽ ഭാവി ജീവിതത്തിലേക്ക് ഗുണം ചെയ്യുന്ന രൂപത്തിൽ വല്ല സമ്പത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ, അതല്ല വെറും പാപ്പറാണോ, കെട്ടിയാൽ ഞാൻ തന്നെ കുടുങ്ങോ, അത് അന്വേഷിക്കാം, തെറ്റില്ല. രണ്ടാമത്തത് വലിഹസവലി ജമാലിഹ, ഒരു പെണ്ണിന്റെ ഭംഗിക്ക് വേണ്ടിയാണ് ഒരാൾ കല്യാണം കഴിക്കേണ്ടത്. ആ ഒരു ഭാഗമാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. ചെറുപ്പക്കാരെ, കല്യാണം കഴിയാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളോട് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഭാവിയിൽ നിനക്കൊന്ന് മോശമായ വിചാര വരാതിരിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പഠിപ്പിക്കുന്നത്, സഹോദരാ, നിന്റെ മനസ്സിന് നന്നായി ഇണങ്ങുന്ന, മനസ്സിന് നല്ല സമാധാനം തോന്നുന്ന, നിന്റെ കണ്ണിനിക്ക് നല്ല ഭംഗിയായി തോന്നുന്ന ഒരു പെണ്ണിനെയാണ് ഒരു ആണ് സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാൾക്കും നോക്കാം, ഭർത്താവിനേക്ക് അങ്ങോട്ട് നോക്കാം, കെട്ടാൻ പോകുന്ന പെണ്ണിനിക്ക് ഇങ്ങോട്ടും നോക്കാം. നോക്കേണ്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ സംസാരിക്കുന്നതൊക്കെ വേറെ ഭാഗമാണ്, ഞാനിപ്പോൾ അത് പറയുന്നില്ല. പിന്നെ ഞാൻ ഒരാൾ ചോദിച്ചു, ഉസ്താദെ പെണ്ണ് കണ്ടിട്ടുള്ളൂ, എൻഗേജ്മെന്റ് ആക്കാൻ പോവാണ്, അപ്പൊ പുതിയാപ്പിള പറയുന്നു എനിക്ക് അവക്കൊരു ഫോൺ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഫോൺ കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? പക്ഷെ പെണ്ണിന്റെ വീട്ടുകാർക്ക് അത് അത്ര ഇഷ്ടമല്ല. അവർ പറഞ്ഞു ഇപ്പൊ സംസാരിക്കണ്ട, നിക്കാക്ക കഴിഞ്ഞിട്ട് സംസാരിച്ച പോലെ. ഓൻ പറയുന്നതല്ല, എനിക്കിപ്പോഴും സംസാരിക്കണം എന്ന്. അപ്പൊ എന്താക്കല്? അപ്പൊ കുറെ മസാലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോക്കറ്റ് നിക്കാ എന്നിട്ടൊരു നിക്കാണ്ട് നമുക്കത് കഴിക്കാന്ന്. എനിക്കറിയില്ല അതെന്ത്, നമുക്കറിയാം പോക്കറ്റ് നിക്കാ. ഓൻ പറഞ്ഞു കൊടുത്തതാ മസാല, ഒരു പോക്കറ്റ് നിക്കാന്ന് പറഞ്ഞിട്ട് നിക്കാണ്ട് നമുക്കത് കഴിക്കാം, അത് സംസാരിക്കാനുള്ള നിക്കാണ്, പിന്നെ ബാക്കി നിക്കാ വയ്യ കഴിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പഠിച്ചോലെ. എന്നോട് ഒരാൾ ഇഷ്കാല് ചോദിച്ചതാണ്, അങ്ങനെ ഉണ്ടോന്ന്. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അറിയാത്ത നമുക്ക് അറിയുമെന്ന് പറയാൻ പറ്റൂലല്ലോ. മൂപ്പരെ എവിടെ നിന്ന് കണ്ടിട്ടുണ്ടാവും, മൂപ്പരോട് ചോദിച്ചോളി. തന്റെ മനസ്സിന് ഇണങ്ങുന്ന ഒരു സൗന്ദര്യവതിയായ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം. ഒരുപക്ഷെ സുബൈർ ദാരിമിയുടെ കണ്ണിന് സൗന്ദര്യം കാണുന്നത് നിങ്ങൾക്ക് സൗന്ദര്യം കണ്ടോണമെന്നില്ല, നിങ്ങളെ കണ്ണിന് സൗന്ദര്യം കാണുന്നത് എന്റെ കണ്ണിന് സൗന്ദര്യം കണ്ടുകൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, കെട്ടാന് പോകുന്ന ഭർത്താവ് അവനിക്ക് സൗന്ദര്യമായി കാണുന്ന ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യണം. ഇതൊക്കെ എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഭാവിയിൽ മോശമായ ചിന്ത വരാതിരിക്കാനാണ്. ചിലപ്പോ ഏതെങ്കിലും ഒരു ബ്രോക്കർ പറഞ്ഞു, പെണ്ണൊന്നും നീ കാണണ്ട മോനെ, അതൊന്നും കാണേണ്ട ആവശ്യമില്ല, അത് 1.5 പെണ്ണാണ്, എനിക്ക് ആവോ ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ സമ്മതിക്കരുത്. ഒരു സ്വഹാബി വന്നിട്ട്, അൻസാരിയായ സ്വഹാബി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാനൊരു അൻസാരിയത്തായ മദീനക്കാരിയായിരിക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നബിയെ. റസൂൽ ചോദിച്ചു, സ്വഹാബി നിങ്ങൾ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? സ്വഹാബി പറഞ്ഞു, ഇല്ല നബി, ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകൻ പറഞ്ഞ്, കാണാതെ നീ കല്യാണം കഴിക്കരുത്, പെണ്ണ് കാണാതെ നീ കല്യാണം കഴിക്കാൻ പാടില്ല. ഗുരുതരമായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരും. നിങ്ങൾക്കറിയോ, പഴയ കാലത്ത് ഒരു സംഗതി ഉണ്ടായിരുന്നു. ഗൾഫിൽ താമസിക്കുന്നതായിരിക്കുന്ന ബാല്യക്കാർക്ക്, ഗൾഫിൽ താമസിക്കുന്ന മക്കൾക്ക് വാപ്പയും ഉമ്മയും കൂടിയിട്ട് പെണ്ണ് കണ്ടുവെക്കുന്ന ഒരു സമ്പ്രദായം പഴയ കാലത്തുണ്ടായിരുന്നു. ഇന്നാണ് വാട്സപ്പ് വന്നത്, ഫേസ്ബുക്ക് വന്നത്, ഇൻസ്റ്റാഗ്രാമുകൾ വന്നത്. ചിലപ്പോൾ എൻ്റെ വേല കേൾക്കുന്ന പ്രായമുള്ള ആൾക്ക് ഇതൊന്നും ചിലപ്പോൾ അറിയില്ല. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ലോകത്ത് വന്ന ഏറ്റവും വലിയ ഹലാക്കാണ് ഈ ഇൻസ്റ്റാഗ്രാം. ഇതിലൂടെ ഒരുപാട് ഹറാമായ ആണും പെണ്ണും ഇന്ന്
തമ്മിൽ സംസാരിച്ചുകൊണ്ടും ഹറാമായ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ തമ്മിൽ പരിചയപ്പെടുക, എന്നിട്ട് ഇവർ കാമുകയാകുക, മണിക്കൂറുകളോട് സംസാരിക്കുക, ചാറ്റിംഗ് നടത്തുക. ഇതൊന്നും അറിയാത്ത പാവം ഉപ്പയും ഉമ്മയും വിചാരിക്കുകയാണ് നല്ല സൂപ്പർ നല്ല സ്വാലിഹത്തായ മോള, ഉസ്താദെ പാതിരാക്ക് എത്ര മണിവരെ എന്ന് പറയില്ല ഇവള് ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന ഉപ്പാന്റെ വിചാരം. ഇവളെ ദിക്ർ വേറെയാണ് ഉപ്പ, അത് നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പല മാധ്യമങ്ങളും വന്നിട്ടുണ്ട്. ഒരല്പം നമ്മുടെ മക്കളെ ശ്രദ്ധിച്ചാൽ പിന്നീട് നമുക്ക് ഖേദിക്കേണ്ടി വരില്ല. പടച്ചോ നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. 10 വയസ്സുള്ള ചെറുക്കൻ 20 വയസ്സുള്ള പെണ്ണിനെയാണ് ഇപ്പൊ സ്നേഹിക്കുന്നത്. എങ്ങനെയാണ് നിനക്ക് ബന്ധമായത്? ഇൻസ്റ്റാഗ്രാമിലൂടെ. മറുപടിയാ പറയണത്. ആലോചിക്കണം നമ്മള്. അതൊക്കെ ഇപ്പൊ ഇറങ്ങിയതാ, പഴയ കാലത്ത് അതൊന്നും ഇല്ല. ഒരു അനുഭവകഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാ. നോക്കണം നിങ്ങള്. ഒരു ഉപ്പ തന്റെ മകനിക്ക് വേണ്ടി, ദുബായിലുള്ള മകനിക്ക് വേണ്ടി പെണ്ണ് കണ്ടുവല്ലോ. പെണ്ണ് കണ്ടുവന്നിട്ട് ഇയാൾ ഓക്കെയാക്കി, എനിക്ക് ഈ പെണ്ണ് മതി, എന്റെ മകൻ ഈ പെണ്ണിന് സമ്മതിക്കുമെന്ന് ഇയാൾ സമ്മതെല്ലാം വാങ്ങിയിട്ട് വല്ലോ. 3-4 തവണ അയാൾ അതിന്റെ ശേഷം അവിടെ പോയി. ഈ വീട്ടുകാരവിടെ പോയി, ആ വീട്ടുകാർ ഇങ്ങോട്ട് വല്ലോ. അപ്പോൾ ഒരാൾ ചോദിച്ചു, അതല്ല നിങ്ങൾ ഇങ്ങനെ പോക്കും വരുത്ത് നടത്തിയാൽ നിങ്ങൾക്കുള്ള മകൻ ആ പെണ്ണ് കണ്ടിട്ടില്ലല്ലോ, അവനിക്ക് വേണ്ട എന്ന് തോന്നിയാലോ? അപ്പോൾ ഈ ബാപ്പ പറഞ്ഞ മറുപടി നിങ്ങൾ കേൾക്കണോ? നിങ്ങൾ എന്താ പറയുന്നത്? എന്റെ മകന് ഞാൻ വരച്ച വരയിൽ നിന്ന് എന്റെ മകൻ അങ്ങോട്ടിങ്ങോട്ട് നീങ്ങുകയില്ല. സഹോദരങ്ങളെ, മാസങ്ങൾ കഴിയുമ്പോഴാണ് ആ പൊന്നുമോന് ഗൾഫിൽ നിന്ന് വന്നത്. ഗൾഫിൽ നിന്ന് വന്നപ്പോ ആ ചെറുപ്പക്കാരൻ ബാപ്പയോട് പറഞ്ഞു, എനിക്കൊന്ന് പെണ്ണ് കാണണം ഉപ്പാ, എനിക്കൊന്ന് ആ പെണ്ണിനെ കാണണം. പെണ്ണ് കാണാൻ വേണ്ടി ബാപ്പയോടുകൂടെ ആ ചെറുപ്പക്കാരൻ പോയി. പെണ്ണിനെ കണ്ടു. പെണ്ണിനെ കണ്ട് പുറത്തു വരുമ്പോ ആ ചെറുപ്പക്കാരൻ ഉപ്പയോട് പറഞ്ഞത്, ഉപ്പാ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടിക്കോ, എനിക്ക് ഈ പെണ്ണ് വേണ്ട. നോക്ക്, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കാതിരിക്കുമ്പോൾ വരുന്ന കുഴപ്പങ്ങളാ. 2 കൂട്ടർക്കിടയിൽ അവിടെ പ്രശ്നമായി. എല്ലാം പറഞ്ഞു ഒപ്പിച്ചതാണ്. അവിടെയും സൽക്കാരം നടന്നിട്ടുണ്ട്, ഇപ്പുറത്ത് വന്ന സൽക്കാരം നടന്നിട്ടുണ്ട്. വീട്ടുകാര് തമ്മിൽ തെറ്റി അവസാനം ആ ബന്ധം മുറിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനാരാ? അവനാണ് ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യേണ്ടത്, അവനാണ് നോക്കി പാസാക്കേണ്ടത്. ബാപ്പയല്ല, ഉമ്മയല്ല, കുടുംബക്കാരല്ല. കെട്ടാൻ പോകുന്നവനാണ് തീരുമാനിക്കേണ്ടത്. എന്നെ മരിക്കുന്നവരെ ഒപ്പം ജീവിക്കേണ്ടവൻ അവനാ. 3-ാമതായി റസൂലുള്ള പറഞ്ഞത്, വലിഹസബിഹാ, അവളുടെ കുടുംബ മഹിമ നിങ്ങൾ നോക്കണം. അവളുടെ ബാപ്പ എങ്ങനെയാണ്? അവളുടെ ബാപ്പ കള്ളുടിയനാണോ? അവളുടെ ബാപ്പ ഹറാമിന്റെ ആളാണോ? അവളുടെ ബാപ്പ തെമ്മാടിത്തരം ചെയ്യുന്നവനാണോ? അന്വേഷിക്കണം. നല്ല കുടുംബക്കാരിയാണോ പെണ്ണ്? അവളുടെ ഫാമിലിക്ക് എങ്ങനെയാണ്? ചില ആൾക്കാരല്ല പറയണ്ട, അതെന്തിനാ ഉസ്താദ് നോക്കുന്നത്? ഉപ്പാനെ കിട്ടുന്ന നമ്മൾ കിട്ടുന്ന പെണ്ണിനല്ലേ, അത് കൂടുതൽ നമ്മൾ നേരായിക്കോളും. അല്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എനിക്ക് അറിയുന്നില്ല. കർമ്മശാസ്ത്രത്തിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം കള്ളുകുടിയാനായ ഉപ്പക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കേണ്ട അധികാരമില്ല. കാരണം വലിയ ആദിലായിരിക്കണമെന്നാണ്. വലിയ എന്ന് പറഞ്ഞാൽ കൈക്കാരൻ. കെട്ടിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കേണ്ട ആള് ആദിലായിരിക്കണം, മാന്യനായിരിക്കണം. മാന്യതയ്ക്ക് എതിരുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആൾക്ക് സ്വന്തം മകളെ പോലും കെട്ടിക്കേണ്ട അധികാരമില്ല എന്നാണ് കർമ്മശാസ്ത്രത്തിന്റെ പ്രബലമായ അഭിപ്രായം. അതല്ലാത്ത പ്രബലമല്ലാത്ത അഭിപ്രായങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് അതൊന്നും നോക്കാത്തത്. പിന്നെ ഏതുപ്പായാലും സാരമില്ല, നമ്മൾ ചോദിക്കുന്നില്ല നിങ്ങൾ എങ്ങനെ ആക്കാ കള്ളുടിക്കൽ നിങ്ങൾ ചിട്ട, അതൊന്നും നമ്മളാരും ചോദിക്കലില്ലല്ലോ. അത് ചോദിച്ചൊക്കെ ഇപ്പൊ ഇന്ന് നിക്കാക്ക കഴിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ തന്നെ കയ്യിലുണ്ടാവില്ല. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ചില ആൾക്കാർ ഈ സാക്ഷി ഇടുന്ന സ്ഥലത്ത് അല്ലേ, ആരാപ്പ സാക്ഷി ഇടുന്നത്? അങ്ങനെ വിളിക്കുക, സാക്ഷി ഇട്ട മൂപ്പർക്ക് ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ആരാപ്പ ചെല്ലു കൊടുത്തത്, ആരാ ഇയാള് ജവാബ് ചെല്ലിയത്, ആരാണ് കബൂല, അതൊന്നും മൂപ്പർ കണ്ടിട്ടുണ്ടാവില്ല. ഒന്ന് ഒപ്പിട്ടെ സാക്ഷി, മൂപ്പർ ഒപ്പിട്ട് പോയി. നിക്കാഹ് ചെയ്യാവോ? നിക്കാഹ് സാക്ഷി നിൽക്കുന്നവൻ ആ നിക്കാഹ് 2 പേര് ചൊല്ലിയത് അയാൾ കാണണം, കേൾക്കണം. അവരെ ഭാഷ അറിയുന്നവനായിരിക്കണം.
അമ്മോഷാക്കന്റെ ഭാഷ ഇയാൾക്കറിയണം, അതല്ലെങ്കിൽ പുതിയാപ്പിളയുടെ ഭാഷയും ഇയാൾക്കറിയണം. അങ്ങനെയുള്ള ഒരാളാണ് നിക്കാഹിന് സാക്ഷിയിടേണ്ടത്. നിങ്ങൾ ആലോചിക്ക്, നമ്മൾക്കുള്ള ചില അശ്രദ്ധ കൊണ്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ വരും. നിക്കാഹിലൊക്കെ ചെറിയ വീഴ്ച വന്നാൽ നിക്കാഹ് അസാധുവായി, നമുക്കറിയില്ല, നിക്കാഹ് അസാധുവായ നിക്കാഹിൽ ഈ പുതിയാപ്പിളയും ഈ പെണ്ണും പരസ്പരം ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താ മോമിനിങ്ങൾ ആ ബന്ധത്തിന്റെ നിയമം? വ്യഭിചാരമല്ലേ അത്? എത്ര ശ്രദ്ധിക്കണം നമ്മള്. അങ്ങനെയുള്ള ചില പോരായ്മകൾ വന്നതുകൊണ്ടാകാം ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. കുടുംബ മഹിമ നീ നോക്കണം. നല്ല കുടുംബക്കാരിയായ പെണ്ണിനെയാണ് നീ കല്യാണത്തിന് സെലക്ട് ചെയ്യേണ്ടത്. നാലാമതായി മുത്ത് ഹബീബ് നമ്മളോട് പറയുന്നത് വലിദീനിഹാ, ചെറുപ്പക്കാരാ പെണ്ണിന്റെ ദീനീ ബന്ധം നീ അന്വേഷിക്കുക. അവൾക്ക് അല്ലാഹുവിന്റെ പേടിയുണ്ടോ? 5 വക്ത് നമസ്കരിക്കുന്നവളാണോ? ഹൈദുണ്ടായാൽ കുളിക്കാൻ അറിയുന്നവളാണോ? ജനാബത്ത് കുളിയുടെ മസലകൾ അറിയുന്നവളാണോ? ആ 4 കാര്യങ്ങള് നിനക്ക് എല്ലാം ഒത്തു വന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ നിന്നോട് പറയുന്നത് മനുഷ്യ ദീനുടേതായിരിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ട് നീ വിജയിച്ചോ. 3 കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞത്. 3 കാര്യങ്ങൾ ഒരാൾക്ക് ദുനിയാവിൽ നന്നായാൽ അയാൾ ദുനിയാവിൽ വിജയിച്ചു, അതല്ലെങ്കിൽ അയാൾ പരാജയപ്പെടും. 3 കാര്യങ്ങൾ ഒരാൾക്ക് ലക്കിയാകാം, അല്ലക്കിയാകാം. ഏതെല്ലാമാണ് ആ 3 കാര്യം അറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, ഒന്ന് ഒരാളെ വീട്, പിന്നൊന്ന് അയാളെ ഭാര്യ, പിന്നൊന്ന് അയാളെ വാഹനം. ഈ 3 കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകാം, പ്രതികൂലമാകാം. ഇത് 3ഉം അനുകൂലമാകാനുള്ള ശ്രമമാണ് നമ്മൾ വേണ്ടത്. നമ്മുടെ വീട് നമുക്ക് എതിരാകരുത്, നമ്മുടെ വീട് നമുക്ക് അനുകൂലമായതാകണം. ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, അയാൾ പഴയ കാലത്ത് ജീവിച്ചിരുന്നൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ കയറിയതിന്റെ ശേഷമാണ് അയാൾ ഉന്നതങ്ങളിലേക്ക് എത്തിയത്, അയാൾ ഉഷാറായത്, അയാൾക്ക് ധാരാളം സമ്പത്ത് വന്നത് ആ വീട് നിർമ്മിച്ചതിന്റെ ശേഷമാ. ഒരൽപ്പകാലം അയാൾ അവിടെ താമസിച്ച് ടൗൺ ഏരിയയിലേക്ക് പോകണമെന്ന വിശ്വാസത്തില്, ടൗണിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൃഷികളൊക്കെ ഉണ്ടായിരുന്ന ആ വീട് അയാൾ വിറ്റു ഉസ്താദേ. എന്നിട്ടൊരു ടൗണിൽ പോയിട്ട് ചെറിയ സ്ഥലത്തൊരു വീട് കെട്ടി. അതോടുകൂടെ അയാൾ താണോണ്ട് വന്നു. അയാൾ തകർന്ന് ഇന്ന് ഒന്നുമല്ലാതായി മാറി. അപ്പൊ ചില വീട് കൊണ്ട് ചില ആൾക്ക് നന്മ വരാം. റസൂല പറഞ്ഞതാണ്, വീട് നന്നാകണം, പിന്നെ വാഹനം നന്നാകണം. അതിൽ നമ്മളെ കാണാറില്ലേ, ചില ആൾക്ക് ചില വണ്ടി നന്നായിട്ട് നല്ലതാകും, വേറെ ചില ആൾക്ക് ചില വണ്ടി എടുത്താൽ അതോടുകൂടെ മുടിഞ്ഞിട്ട് പോകും ഇല്ലേ. ഓന്റെ ഒന്നും ശരിയാകുന്നില്ല. വണ്ടി എടുത്തത് മുതൽ ഓനിക്ക് എല്ലാ അപശകുനങ്ങളാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും വിശ്വാസം ഇല്ല ഉസ്താദ് പറയും ചിലപ്പോൾ, അല്ലേ, നമുക്ക് അങ്ങനത്തെ വിശ്വാസം ഒന്നും ഇല്ല. നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് സംഗതി ഇല്ലാടിക്കോ? സംഗതി ഉണ്ടല്ലോ. ഞമ്മ വിശ്വസിച്ചില്ല എന്നുള്ളതല്ല സംഗതി. കണ്ണേറിന് പറയുമ്പോൾ ചില ആൾക്കാർ പറയാൻ, എനിക്ക് കണ്ണേറിൽ വിശ്വാസം ഇല്ല, എനിക്ക് സീറിൽ വിശ്വാസം ഇല്ല. അത് അവരവർക്ക് ഉണ്ടാകുമ്പോ എല്ലാവർക്കും എല്ലാ വിശ്വാസവും ഉണ്ട്. അപ്പൊ പിന്നെ അവിടെ എന്തും പുത്തനാശം ഒന്നും ഉണ്ടാവില്ല. അതൊന്നും തീർന്നു കിട്ടാൻ വേണ്ടി ഏതാളെ സമീപിക്കാൻ തയ്യാറാകും. അപ്പൊ വീട് നന്നാകണം, ഭാര്യ നന്നാകണം, പിന്നെ വാഹനം നന്നാകണം. ഇത് 3 നേരായാൽ നമ്മൾ സലാമത്തായി. പടച്ചോ നമ്മളെ കാക്കട്ടെ. ഒന്ന് പറക്കാം ആമീൻ പറ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, 4 നിനക്ക് ഒത്തുകിട്ടിയില്ലെങ്കിൽ നല്ല ദീനിയായിരിക്കുന്ന ഒരു പെണ്ണിനെ നീ സെലക്ട് ചെയ്ത് കല്യാണം കഴിക്ക. മാത്രമല്ല, തിരിച്ചു ഒരൽപ്പം കൂടി ഞാൻ പറയുകയാ, എന്റെ ഉപ്പമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് കാലം നൊന്ത് പ്രസവിച്ചതായിരിക്കുന്ന ഉമ്മയും കഷ്ടപ്പെട്ടതായ ഉപ്പമാരായ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ പൊന്നമക്കളുണ്ടല്ലോ, ആ പൊന്നമക്കളെ നമ്മൾ നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോ ഒരു പാപ്പയുടെ ഉത്തരവാദിത്വമാ. പ്രായപൂർത്തിയായാലും മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, മകനിക്കൊരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. പെണ്ണ് കെട്ടിച്ചു കൊടുക്കുമ്പോ സഹോദരങ്ങളെ,
ഏതെങ്കിലും കിട്ടുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കല്ല. നന്നായി അവനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം കേട്ടോ. അവൻ പണം വേണ്ട എന്ന് പറഞ്ഞു, അവൻ പൊന്ന് വേണ്ട എന്ന് പറഞ്ഞു. ഉസ്താദേ, എനിക്ക് പെണ്ണ് കിട്ടിയാലും മതി, പൊന്ന് വേണ്ട, എനിക്ക് ഡിമാൻഡുകളില്ല. ആ ഒരു വശം മാത്രം നോക്കിയിട്ട് എളുപ്പത്തിൽ കിട്ടിയ പുതിയ ആപ്പിളയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെൺമക്കളെ കണ്ടവന്റെ കൈപിടിച്ചേക്കല്ല. ഒരൽപ്പം നമ്മൾ അവിടെ അന്വേഷിക്കണം കേട്ടോ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഗീബത്ത് പോലും അനുവദനീയമാക്കിയത്, ഗീബത്ത് പോലും അനുവദനീയമാക്കിയ ചില സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സന്ദർഭമാ പെൺകെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ നമ്മളോട് അന്വേഷിച്ചാൽ കാര്യങ്ങൾ പറയണം. ഞാൻ ഇതിലൊരു അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരാള് കല്യാണം വിളിക്കാൻ വേണ്ടി വന്നു. കല്യാണം വിളിക്കാൻ വേണ്ടി വന്നപ്പോ പുതിയാപ്പിള എവിടെ നിന്ന് ചോദിച്ചു. പുതിയാപ്പിള എവിടെ നിന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ തെക്കൻ ഭാഗത്തിലെ ഒരു ജില്ലയാ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അത്ര ദൂരം പോയത്? അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദേ, ദൂരം പോയതല്ല, അയാൾ ഇങ്ങോട്ട് വന്നതാണ്. അയാള് ജോലി ആവശ്യാർത്ഥമായിട്ട് ഇങ്ങോട്ട് വന്നതാ. അയാൾ നമ്മുടെ ഇവിടെ തന്നെയാണ് ജോലി. നല്ലൊരു ചെറുപ്പക്കാരനാണ് ഉസ്താദ്, ഒന്നും പ്രശ്നമില്ല. അയാൾ പറഞ്ഞത്, എനിക്ക് പൊന്നും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ മോളെ തന്നാ മതി, നല്ലൊരാളാ എന്ന് പറഞ്ഞിട്ട് അയാൾ ചോദിച്ചതാണ്. അത് പറഞ്ഞപ്പോഴാണ് എല്ലാരും വിലയിൽ വീഴുന്നത്. കാരണം ചെറുപ്പക്കാരെ പറഞ്ഞു, പൊന്നും വേണ്ട, പണവും വേണ്ട. ഇയാൾ കണക്കൂട്ടി, എടാ മോനെ, 32,000 ഉറുപ്പിടാ പവനിക്ക്. ഇപ്പൊ എങ്ങനെയാ പൊന്നിട്ടിട്ട് മോളെ വായിക്കണത്? എനിക്ക് പൊന്നു വേണ്ടെന്നല്ലേ പറയണത്. പിന്നെ നമ്മക്കൊരു ഭാഷയുണ്ട്, എന്താ, 10 ആളെ മുമ്പിൽ പറയില്ല. ഇപ്പൊ അധികം നിശ്ചയം ഇപ്പൊ ഈ എൻഗേജ്മെന്റ് നടക്കുന്നതൊക്കെ ഹോട്ടലുകളിലാണ്. ഞാൻ കുറെ പോയിട്ടുണ്ട് ഹോട്ടലിൽ, അല്ലേ? വെറുതെ വേസ്റ്റ് ആണത്. ഒരു ആവശ്യമില്ലാത്ത എൻഗേജ്മെന്റാ ഈ ഹോട്ടലിലെ എൻഗേജ്മെന്റ്, അല്ലേ? ഇവിടെ വെറുതെ അറിഞ്ഞ് ഉസ്താദേ തുടങ്ങല്ലേ, തുടങ്ങാ. അല്ല, ഒന്നും പറയാനില്ല, നമ്മൾ ഡേറ്റ് ഒക്കെ ഫിക്സ് ആക്കിയില്ല. അപ്പൊ ഞാൻ മന്ദിനോട് വന്നപ്പോ നമ്മളോട് പറയുന്നത്, ഡേറ്റ് ഒക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ട്, അതൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാ, എല്ലാവരും ഒന്ന് പറയാൻ, ഇല്ലേ? അങ്ങനെ അവിടെ പറഞ്ഞു ദ്വാരന്ന് എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോ എന്നോട് ഒരാൾ ചോദിച്ചതാ, ഉസ്താദ് എപ്പോഴൊക്കെ തീരുമാനിച്ചത്? അപ്പൊ ഞാൻ, നീ എവിടെ ഉണ്ടായത്? നീ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഞമ്മക്ക് ഇപ്പത്തല്ലേ കേട്ടണ ഉസ്താദെ, ആ ഭാഗത്ത് NRCയും ചർച്ച, ഇപ്പുറത്തെ CA ചർച്ച, പിന്നെ അടുത്ത ഗവൺമെന്റ് പൊളിയെന്നുള്ള ചർച്ച, ഓരോ ചർച്ച. ഉസ്താദ് 4 ആൾ ഇവിടെ കല്യാണം തീരുമാനിച്ചു. ഓർക്കൊന്നും ഇതുവരെ യാതൊരു ബന്ധവുമില്ല. പിന്നെന്താ, വിളിക്കാതിരുന്നാൽ മുഖം വീർപ്പിക്കുന്ന ഉസ്താദെ, അതുകൊണ്ട് വിളിച്ചതാണ്. എന്തിനാണ് ഹബീബിങ്ങളെ വെറുതെ ഇങ്ങനെയൊക്കെ പൈസ കളയുന്നത്? എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? വെറുതെയൊക്കെ നിശ്ചയം ഉണ്ടാക്ക. നോക്ക നിങ്ങള്, ഇയാള് വന്നിട്ട് വിളിച്ചു, ഒക്കെ റെഡിയായി, കല്യാണമായി. ഞാൻ പോയിട്ടില്ല, എന്നെ ക്ഷണിച്ചിരുന്നു, ഞാൻ കല്യാണത്തിന് പോയിട്ടില്ല. സ്ഥലം എവിടെ നിന്ന് ചോദിച്ചേക്കണ്ടായനെ, അല്ലേ? സ്ഥലം നിങ്ങൾ ചോദിച്ചാൽ പറയൂല ഞാൻ. ആ സ്ഥലം കുറ്റക്കാരനെന്തല്ലോ, പാവം ആ ഉപ്പ കുടുങ്ങിപ്പോയി. കല്യാണം കഴിഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ പറയാനുള്ള കാരണം, ഈ പൊതു സദസ്സിൽ പറയാനില്ല. അപ്പൊ ഇതേപോലത്തെ ഒരു സദസ്സിൽ പൊന്നിന്റെ വരിക വന്നു. പൊന്നുമാന്റെ ഇപ്പൊ അവിടെ പറയാനുണ്ടാ? അതൊന്നും പറയാനില്ല, അത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തു പറഞ്ഞതാ. പിന്നീട് അയാളോട് പറഞ്ഞു, ഉസ്താദെ, അയാൾ നമ്മൾ പറ്റിച്ചു. എന്താ? അയാൾ ഫോൺ വിളിച്ച് പറഞ്ഞത്, എന്റെ മൂത്ത മകന്റെ ഭാര്യക്ക് 40 ഇട്ടുന്നൂറ്, അല്ലേ? അതിന്റെ മൂത്തിൽ 50 ഇട്ടുന്നു. ഇപ്പൊ അതിനായിട്ട് കുറച്ചെങ്കിലും ഒരു പാങ്ങണ്ടാന്ന്. ഇപ്പത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു 40 പവൻ ഒരു ഉപ്പ് ഇടാന്ന് പറഞ്ഞാൽ അയാളെ കഥ എന്തായിരിക്കും? അതാണ് ഈ കണക്ക് പറയാത്തത്. നമ്മ ഇതുവരെ പൊന്ന് ചോദിച്ചിട്ടില്ല, പിന്നെ ഇതെന്താ ചോദിച്ചത്? ഈ ചോദിച്ചത് എന്താ? അത് അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഒരു പൊട്ടീസാക്കാൻ വേണ്ടിട്ട് നമ്മ പൊന്നിന്റെ ആളല്ല, നമ്മള് പൈസന്റെ ആളല്ല, അതൊക്കെ രഹസ്യമായിട്ടേ വാങ്ങുള്ളൂ എന്നാണ് എന്റെ മാന. കല്യാണം കഴിഞ്ഞു മോമിനികളെ, പിറ്റേന്ന് രാവിലെ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ, ഇന്നലെ കല്യാണം കഴിഞ്ഞില്ലേ? പുതിയാപ്പിളയില്ല, പുതിയാപ്പിളയെ കാണുന്നില്ല. അറിയോ നിങ്ങൾ, എന്ന കല്യാണം കഴിഞ്ഞോ വീട്ടുകൂടി. രാത്രി ആ പുതിയാപ്പിളയും പുതിയ പെണ്ണ മണിയറയിൽ കിടന്നിറങ്ങി. പ്രഭാതമാകുമ്പോ പെണ്ണിതാ വളർന്നിട്ട് പുതിയാപ്പിളയെ നോക്കുമ്പോ പുതിയാപ്പിളയില്ല. അലമറ തുറന്ന് പകുതിയിൽ കിടക്കുന്നു. പുതിയ പെണ്ണ് ഓടി വന്നിട്ട് അലമറ നോക്കി, ഒരു തരി പൊന്ന് പോലും അലമറയിൽ
മേലില്ല. ആ എല്ലാ പൊന്നുമായിട്ട് ഈ പുതിയാപ്പിള അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നു. അതിരാവിലെ കിട്ടുന്ന ബസ്സിൽ അവനെ കയറിയിട്ടുണ്ട്. ഇന്നുവരെ അവനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വീട്ടുകാർ നിലവിളിച്ച് കരയാൻ തുടങ്ങി. സഹോദര, ഇതുപോലെയുള്ള പല തട്ടിപ്പന്മാര് നമ്മുടെ അടുക്കലേക്ക് വരുമല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും കണ്ടവന്റെ പിന്നാലെ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയ പൊന്നുമോളെ കെട്ടിച്ചേക്കാൻ ഉപ്പമാര് തുണിയല്ല. അത് നമ്മളെ മക്കളോട് നമ്മൾ കാണിക്കുന്ന അതിക്രമമാണ്. നമ്മളെ മക്കളോട് നമ്മൾ ചെയ്യുന്ന അക്രമമാ. അറിയോ നിങ്ങൾ, ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് വന്ന് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, രണ്ട് സ്വഹാബികള് എന്നെ കല്യാണം ആവശ്യപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന നബിയെ, പെങ്ങട്ട് പറഞ്ഞു വന്നിരിക്കുന്ന നബിയെ, ഞാൻ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത്? പ്രവാചകൻ ചോദിച്ചു, ആരാണ് ഫാത്തിമ നിന്നെ ചോദിച്ചു വന്നത്? ഫാത്തിമ ബീബി പറഞ്ഞു കൊടുത്തു, ഒന്ന് മുആവിയയാണ്, മറ്റൊന്ന് അബുൽ ജഹമാണ്. ഒന്ന് മുആവിയയാണ്, മറ്റൊന്ന് അബുൽ ജഹമാണ്. ഈ രണ്ടിൽ ആരെയാണ് നബിയെ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, ഫാത്തിമ. മുആവിയയാണെങ്കിലോ ഫസൗലൂകുൽ, അയാളെ പാപ്പറ, അയാളെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല. അയാളെ നിന്നെ കെട്ടിയാല് നീ ഒന്ന് പട്ടിണി കിടക്കേണ്ടി വരും ഫാത്തിമ. അയാളെ നിനക്ക് വേണ്ട. മറ്റൊരു അബുൽ ജഹമല്ലേ, അബുൽ ജഹമ നിന്നെ കെട്ടിയാൽ, അബുൽ ജഹമിന്റെ പ്രത്യേകത അറിയോ നിനക്ക്? അയാളെ ചാട്ടവാറ് തന്റെ പരടിയിൽ നിന്ന് താഴെ വെക്കാറില്ല ഫാത്തിമ. അയാള് ഭാര്യമാരെ വല്ലാത്ത തല്ലുന്ന ആളാണ്. അയാൾ ഭാര്യമാരെ വല്ലാണ്ട് തല്ലുന്ന ആളാ. അതുകൊണ്ട് ഈ രണ്ടാളും നിനക്ക് വേണ്ട. മുഅ്മിനീങ്ങളെ, അതൊരു കുറ്റപ്പെടുത്തലല്ലേ? അത് നിർബന്ധമായി പറയണം. കോട്ടിക്കുളത്തേക്ക് ഒരാൾ ഇങ്ങനെ വരികയാണ്. കോട്ടിക്കുള ടൗണിൽ നമ്മൾ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ ഒരു രണ്ടുപേര് നമ്മളോട് വന്ന് പറയുകയാണ്, നമ്മൾ ഇന്നാലിന്ന നാട്ടുനാളെ വരുന്നത്, നമ്മളുടെ ഇന്നാലിന്ന ഒരാളെ മകൾക്ക് ഇന്നാലിന്ന നാട്ടിലെ ഒരു പുതിയ ആപ്പിളയെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ എങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ എങ്ങനെയാ? അപ്പൊ നമുക്കറിയാമോ രാത്രിയാകുമ്പോ 4 കാലിലാണ് നടക്കുന്നത്? എന്നാൽ പറയണം. 4 കാലം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം ഇന്നത് ഫാഷനാണ്. ഇന്ന് കള്ളുടിക്കാത്തവന് തീരെ വിലയില്ല. ഒരു ഇച്ചിരിങ്കിലും കുടിച്ചെങ്കിലും എനിക്കും സമുദായത്തിൽ വിലയുള്ളൂ. പഴയ കാലത്ത് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരുത്തൻ ഓന് കള്ളു കുടിച്ചാൽ എല്ലാ ആൾക്കാരും ഓനെ വെറുക്കും. ഇന്ന് കുടിച്ചവരോടാണ് എല്ലാവരും കൊടുക്കുന്നത്. അതിന് മറുപടി പറഞ്ഞറിയോ? നമുക്ക് എന്താക്കണം ഉസ്താദെ, ഓന്റെ കബറിലേക്ക് ഓന്, നമ്മളെ കബറിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓനൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആക്കും. നമുക്കറിയാം അവന്റെ ഒരുപാട് പോരായ്മകൾ. അവൻ കഞ്ചാവിന്റെ ആളാണ്. അവൻ പാതിരാവിൽ 1 മണി വരെ 2 മണി വരെ ഒരു ആവശ്യമില്ലാതെ എവിടെയെങ്കിലും തെരുവുകളിൽ ഇരുന്നിട്ട് കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഹറാമായ പെണ്ണിന്റെ ചാറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വെറുതെ ജീവിതത്തെ കളയുന്നവനാണ്. എന്നാൽ ചോദിച്ചാ പറയാ, നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ, നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വേണം കെട്ടിച്ചോളൂ, അവന്റെ അവസ്ഥ ഇങ്ങനെയാണ്, അത് പറഞ്ഞേ പറ്റൂ. ഞാനല്ല പറയുന്നത്, മുത്തനിബിതങ്ങളാണ്. ഇല്ലാത്ത പറയരുത്. ഇല്ലാത്ത പറഞ്ഞ് പാര വെക്കാൻ പാടില്ല. അത് വേറൊരു വശമാണ്. ഒരു സ്ഥലത്ത് ഞാൻ വേദ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു കത്ത് വന്നു. 2 ചെറുപ്പക്കാർ വന്നൊരു കത്ത് തന്നു. ആ കത്തിൽ അവർ എഴുതിയിരിക്കുന്നത്, ഉസ്താദെ, നമ്മളെ നാട്ടിൽ ഒരുപാട് കല്യാണ മുടക്കികളുണ്ട്, അവരെ കുറിച്ച് ഒരല്പം ഉസ്താദ് സംസാരിക്കണം. എന്നിട്ട് അവൻ പോയിട്ട് അവിടെ നിന്ന്, കാരണം ഞാൻ പറയോ ഇല്ല നോക്കാൻ. ഞാൻ കുടുങ്ങി. കാരണം പറഞ്ഞില്ലെങ്കിൽ അവൻ എന്നോട് ചോദിക്കും, പറഞ്ഞാലോ ഇവർക്കും ആകെ അളകും. എന്താ ചെയ്യല്? ഈ നമ്മ കുടുങ്ങുന്ന ചില സ്ഥലമുണ്ട്. നമ്മുടെ ഈ ചില പള്ളിക്കൊക്കെ പോയാൽ, ആദ്യം നമ്മൾ ഒരു പള്ളി ഖത്തീബായിട്ട് പോയാൽ ആദ്യം വെള്ളിയാഴ്ച പോയിട്ട് നമ്മൾക്ക് ഒരുപാട് ആൾക്കാർ ഒരു റൂമിലേക്ക്. അതിൽ ചില ആൾക്കാർ പറയുന്നൊരു വാക്കുണ്ട്, ഉസ്താദെ, ആരെ നന്നടിപ്പിക്കണ്ട, ആരുമായിട്ട് കൂടുതൽ ബന്ധം വേണ്ട, റൂമിലേക്ക് ആരെ കൂടുതൽ കയറ്റണ്ട. ഈ പറഞ്ഞവനാ എല്ലാ ദിവസവും ഒരു റൂമിലേക്ക്. അപ്പൊ നിങ്ങളാ നമുക്ക് വരാം, വേറെ ആരും വരണ്ട. മനസ്സിലാക്കി നിങ്ങള്? അപ്പൊ ഓരോരുത്തരും ഓരോരോ ഇതാണ്. ഒരാൾ പറയും, ഉസ്താദെ, അവനോട് കൂടുതൽ ബന്ധം വേണ്ടട്ടോ, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓൻ അതിന് പറയും, ഉസ്താദെ, ഇവനോട് കൂടെ ബന്ധം വേണ്ടട്ടോ, ഓൻ അങ്ങനെയാണോ ഇങ്ങനെയാണ്. പാപം ഈ ഖത്തീബ് എന്താപ്പാ കണ്ടത്? നമ്മൾ കുടുങ്ങുന്ന കുറെ സ്ഥലമുണ്ട്. എന്താ, ചിലപ്പോ ഇവർ തമ്മിൽ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അയാളോട് ചിരിച്ചാൽ ഇയാൾക്ക് പറ്റുന്നില്ല, ഇയാളോട് ചിരിച്ചാൽ അയാൾക്ക് പറ്റുന്നില്ല. ഓന്റെ കാറിൽ കയറിയാൽ യോ മുടെ വെറുപ്പിക്കുന്നു, യോന്റെ കാറിൽ കയറിയാൽ ഓ മുഖം തിരിക്കുന്നു. ഞമ്മ എന്താ കണ്ടത്? അതുകൊണ്ടാണ് ഞമ്മല്ല സ്വന്തം കാറ് വാങ്ങിയത്.
അൽമയില്ലല്ലോ, പിന്നെ ആരും ഒന്നും പറയാനില്ലല്ലോ അല്ലേ? ഈ ജോലി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോമിനിങ്ങളെ ഇതൊക്കെ അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. നമ്മൾ പറയുന്നവരൊക്കെ പറയുന്നത് ഒരു പണിയുമില്ല ഖത്തീബുമാർക്ക്, 5 വക്ത് നിസ്കരിച്ചോളാം, റൂമിൽ കിടന്നോളാം, ഇരുന്നിടത്തൊക്കെ ചോറ്, കിടന്നിടത്തൊക്കെ ആട്ടണകറി അല്ലേ? വേണ്ടായിരുന്നു ഈ ആട്ടണകറി. അത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. ആ തിന്നതല്ല അങ്ങനെ പുറത്ത് വരുന്നുണ്ട്. തുപ്പിയാലോ എടാ ആള് തുപ്പ് നോക്കറോ, തുപ്പ് നോക്കറോ, അയാള് തുപ്പില്ലെങ്കിലോ അയാളെ തുപ്പലേ ഇല്ലടാ. അപ്പൊ നമ്മൾ എന്താ പാക്കേണ്ടത്? നാട്ടിലേക്ക് കൂടുതൽ പോയാലോ അയാൾ എപ്പോഴും നാട്ടിൽ തന്നെടാ, നാട്ടിലേക്ക് പോയില്ലെങ്കിലോ അയാൾക്ക് ഓക്കും ശരിയില്ല തോന്നുന്നുണ്ട്, അയാൾ എപ്പോഴും ഇടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. അതൊക്കെ അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. കുറെ അറിയായിരിക്കും. അല്ലാഹു തആല പിന്നേതായിട്ടൊരു ദീനിന്റെ ഖിദ്മത്തല്ലേ, ഇതിനെ കാണല്ലേ, അതുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. നല്ലോണം ആലോചിക്കണം. ഖതീബും മനുഷ്യനാണെന്നുള്ള ഓർമ്മ വേണം. ഹൈദറോസ് ഉസ്താദ് പറഞ്ഞല്ലോ, ഹൈദറോസ് ഉസ്താദ് വേല കഴിച്ചിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി വണ്ടിക്കകത്തോടിക്കുമ്പോ പോലീസ് വണ്ടി വന്നു. മൂപ്പര് കൈ കാണിച്ചു, പോലീസ് ജീപ്പ് നിർത്തി. എസ് ഐ ചോദിച്ചു, എന്താ മുസ്ലിയാരെ പോലീസ് വണ്ടിന്ന് അറിയില്ലേ, പോലീസ് വണ്ടിക്കാണ് കൈ കാണിക്കുന്നത്? ഹൈദറോസ് ഉസ്താദ് പറഞ്ഞു, സാറേ പോലീസുകാരെ കൂട്ടത്തിൽ മനുഷ്യന്മാരുണ്ടല്ലോ, അത് ഓർത്തിട്ടാ കൈ കാണിച്ചത്. ചരിത്രങ്ങൾക്ക് എസ് ഐ തായറങ്ങിയിട്ട് ഹൈദറോസ് ഉസ്താദിനെ ആ സീറ്റിൽ കയറ്റിയിരുത്തി. എന്നിട്ട് ഹൈദറോസ് ഉസ്താദിനെ വീട്ടിലേക്ക് ഉണ്ടാക്കി. ആ വരറ്റ മറുപടി കൊണ്ട്. അതാണ് പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ. അല്ലാഹ് അവരുടെയൊക്കെ ബർക്കത്ത് നമ്മൾ നന്നാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദര, നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്ക്. കണ്ടവന്റെ പിന്നാലെ കൊടുത്തേക്കരുത്. അവന്റെ മോശമായിരിക്കുന്ന സംഗതി കണ്ടെങ്കിൽ വെളിപ്പെടുത്തണം. അത് ഗീബത്താണെങ്കിൽ പോലും അത് പറയണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തന്നത്. എന്തുകൊണ്ടാ? ഒരുപാട് പെൺമക്കൾ ഇന്ന് കണ്ണുനീരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായ കല്യാണമാണ് നടന്നത്. ആ കല്യാണത്തിന് ദിവസം 2 കിലോമീറ്ററോളം ബ്ലോക്ക് ആയിരുന്നു. ജമാഅത്തിൽ വലിയ പ്രശ്നമായിരുന്നു. എല്ലാ കോലാഹലങ്ങളോടുകൂടെ നടന്ന കല്യാണമാ. 1 മാസം കഴിയുമ്പോ പെണ്ണന് കണ്ണുനീരാ. എന്തേ? അവന്റെ സ്വഭാവം ശരിയില്ല. അവന് പാതിരവരെ കൂട്ടുകാരോടൊപ്പം കഞ്ചാവടിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. സുബ്ഹാനല്ലാഹ്. എന്റെ വാല് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, അതുപോലെയുള്ള ധാരാളം ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതുപോലെയുള്ള ചെറുപ്പക്കാരെ നിങ്ങളുമായി അറിഞ്ഞവരിലുണ്ടെങ്കിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവരെ ഒന്ന് നന്നാക്കാ. എന്റെ ചെറുപ്പക്കാര് മുന്നോട്ട് വരണം കേട്ടോ. അതല്ലാതെ അല്ലാഹുവിന്റെ പ്രീതി നമുക്ക് ലഭിക്കില്ല. സുബ്ഹാനല്ലാഹ്. പാതിരവരെ ഒരുപാട് വാലുകൾ കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്. 12 മണിക്ക്, 1:30 മണിക്ക്, 12:30, 1 മണിക്കൊക്കെയാണ് റോഡ് സൈഡുകളിൽ, ഏതെങ്കിലും ഗല്ലികളില്, ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡുകളില്, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളില് 3 ആൾ 4 ആളുകളുള്ള സംഘങ്ങള് നമ്മുടെ ചെറുപ്പക്കാരാണ്, മറ്റാരുമല്ല. നമ്മുടെ ചെറുപ്പക്കാരായ ഒരുപാട് ആളുകള് മൊബൈലിൽ കളിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു. അതല്ലെങ്കിൽ കഞ്ചാവടിച്ചിരിക്കുന്നു. 1 മണിക്കാണ് അവൻ വീട്ടിലേക്ക് കയറി വരുന്നത്, അല്ലെങ്കിൽ 1:30 മണിക്കാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ഗൗരവത്തോടെ ഓർക്ക് നമ്മള് ഈ സമുദായം ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് കൊണ്ടാണ് അല്ലാഹുവിന്റെ സ്നേഹം നമുക്കില്ലാതായത്. ഇതേ ഭാഗത്ത് ഒരു വാല് കഴിഞ്ഞാൽ ഒരല്പ വർഷം മുമ്പ് ഞാനപ്പോ പൈക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാ. അവിടെ ഞാൻ മടങ്ങി പോകുമ്പോ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോ, സഹോദര, മുമ്പിലൂടെ ഒരു പോലീസിന്റെ വാന് വരുന്നുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ മൊബൈലിൽ ഇങ്ങനെ സംസാരിച്ച്, ഇരുട്ടിന്റെ മറവിൽ എന്തോ സംസാരിച്ച് ഇങ്ങനെ നടക്കുകയാ. അയാൾക്ക് പോലീസിന്റെ വണ്ടി വന്നത് ബോധമില്ല. ആ പോലീസ് വണ്ടി വന്നു. അയാൾ അടുത്ത് നിർത്തി അയാളെ കൈ പിടിച്ചിട്ട് അയാളെ പോലീസ് വണ്ടിയിലേക്ക് കയറ്റാൻ നോക്കുന്നു. അതുവരെ അയാൾക്ക് പിടിപെട്ടിയിട്ടില്ല. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി നിർത്തല, നീ വേഗം വിട്ടോ, നമ്മളും കുടുംബം. എന്താ ഈ പാതിരാക്കളുടെ ഈ കളി? ഇതിൽ ആരാ കൂടുതലുള്ളത്? വളരെ സ്നേഹത്തിൽ ഞാൻ ചോദിക്കുകയാണ്, എന്തേ നമ്മൾ ഇത്രയും അധപ്പതിച്ചത്? അല്ലാഹുവിന്റെ ദീനിനെ എന്തിനാണ് ഇങ്ങനെ മോശമാക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായി സംസാരിക്കരുത്. അല്ലാഹുവിന്റെ പ്രവാചകനിക്ക് ഏറ്റവും ഇഷ്ടം ഇശാ കഴിഞ്ഞാൽ വേഗം കിടന്നുറങ്ങണം, കുടുംബത്തിലേക്ക് പോയിട്ട് വേഗം കിടന്നുറങ്ങണം. ഇതൊന്നുമല്ല. ഒരാവശ്യമില്ലാതെ നടു റോഡുകളില്, ഗല്ലികളില്, വെയിറ്റിംഗ് ഷെഡുകളില് എന്തിനാണ് ഈ സമുദായം ഇങ്ങനെ സമയം കളയുന്നത്?
അള്ളാഹുവിന്റെ പൊരുത്തം എങ്ങനെയാ കിട്ടുക? ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധായി സമുദായത്തിനുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ ഹബീബേ? ചെയ്യുന്നില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ കണിശമായി നിരോധിച്ചതാണ് ഒരാണും പെണ്ണിന്റെ കോലം കെട്ടരുത് എന്ന്. നമ്മുടെ ചില ചെറുപ്പക്കാരുടെ കോലെന്താ എന്ന്? പെണ്ണും വെറുതെയാണ്. പെണ്ണിന്റെ അത്ര തന്നെ നീളത്തിൽ മുടിയുണ്ടാവും, ചങ്കില് മാലയുണ്ടാവും, കയ്യില് വളയുണ്ടാകും. അധികം കാണുന്നില്ലേ നിങ്ങൾക്ക്? വളധരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എതിർത്തതല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആരാണ് നിങ്ങൾക്ക് ഇത് ഹലാലാക്കി തന്നത്? കഴുത്തിൽ സ്റ്റീലിന്റെ മാല ധരിക്കുന്നവര്, ചെമ്പിന്റെ മാല ധരിക്കുന്നവര്, ഏത് കിതാബിലാണ്, ഏത് റസൂലുള്ളയാണ് നിങ്ങൾക്ക് ഇത് അനുവദിച്ചു തന്നത്? ഇത് കഴുത്തിൽ ധരിച്ച് ഈ കയ്യിൽ വള ധരിച്ചിട്ട് നബിദിനത്തിന്റെ അന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മദ്ഹ് ചൊല്ലിയാൽ ആ പ്രവാചകൻ നമ്മൾ തിരിഞ്ഞു നോക്കുവോ? ഇത് ധരിക്കുന്നവരോട് ഞാൻ വിനയത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞു തരി, ഏത് മദ്ഹബിലാ പറഞ്ഞത് നിങ്ങൾക്കിത് ധരിക്കാമെന്ന്? എന്തിനാണ് ഈ ദീനിനെ നമ്മൾ മോശമാക്കിയത്? എന്തിനാണ് ഈ ദീനിനെ നമ്മൾ ഇത്രയും മോശമാക്കിയത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലല്ലേ? നമ്മുടെ ജീവിതത്തിൽ ആൾക്കാരെ കാണണ്ടേ, ഇങ്ങനെയാണോ മുഹമ്മദ് നബിയുടെ ദീന്? ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് എന്താണുള്ളത്? നമ്മളെ മുടി കാണിച്ച് പറയാൻ പറ്റോ ഇതെന്റെ ഹബീബ് പഠിപ്പിച്ചതാണെന്ന്? കയ്യിൽ ധരിച്ച ഈ ചെമ്പിന്റെ വള കാണിച്ച് പറയാൻ പറ്റോ ഇതിന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്താണെന്ന്? നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ എങ്ങനെയാണ് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുക? എങ്ങനെ സ്വീകരിക്കും? ഇതെന്താ ഉസ്താദുമാരെ പറയാത്തത് കൊണ്ടല്ല. എല്ലാ നാട്ടിലെ എല്ലാ ഉസ്താദുമാരും ഇതിനെതിരെ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ആ പ്രസംഗങ്ങൾക്കൊക്കെ പുല്ല് വിലയാണ്. കേൾക്കാനായി ഇപ്പൊ ആളുകളില്ല ഹബീബിങ്ങളെ. വെള്ളിയാഴ്ചയൊക്കെ ഒരു മഹല്ലിൽ ഒരു ഖതീബ് ഉസ്താദ് ഈ നാട്ടുകാരോട് ഒരു 2 ദീനി നസിഹത്ത് പറയാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നാൽ ആരാപ്പ കേൾക്കാനുണ്ടാകുക? ആ പള്ളിനെ 4 പില്ലര്, പിന്നെ ഒരു കുറഞ്ഞ ആളുകള്. നമ്മൾ ദീനിന്റെ പാതയിലേക്ക് തിരിച്ചു വരാതെ നമ്മളുടെ ഒരു സമരവും വിജയിക്കുകയില്ല. നമ്മൾ മുഅ്മിനീങ്ങളാകുക ആദ്യം. അള്ളാഹുവിന്റെ പ്രവാചകനെ ദീന് കാണിച്ചതാ. എന്നാൽ അല്ലാഹു തആല നമ്മുടെ കാരുണ്യത്തിൽ കണ്ണുകൊണ്ട് നോക്കും മുഅ്മിനേ. അതുകൊണ്ട് സഹോദരാ, അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെയാ നമ്മുടെ പൊന്നമക്കൾക്ക് നമ്മൾ ഭർത്താക്കന്മാരായി സെലക്ട് ചെയ്യേണ്ടത്. ആ നിലക്ക് ഒരു ഭാര്യയും ഭർത്താവായി ഒരാൾ ജീവിതം ആരംഭിച്ചാൽ, ചുരുക്കിയിട്ട് പറഞ്ഞാൻ അവസാനിപ്പിക്കാ, മഹാനായിരിക്കുന്ന തങ്ങളവരുകൾ ഇവിടെ വന്നാൽ മഹാനവറുകൾക്കുള്ള ദ്വാ ഇവിടെ നടക്കാനുണ്ട്. അതുവരെ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിനോട്, ഭാര്യക്ക് ഭർത്താവിന്റെ ഭാര്യയോട് ധാരാളം കടപ്പാടുകളുണ്ട് കേട്ടോ. ആ കടപ്പാടുകൾ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വീട്ടാതെ കാലം വരെ നിങ്ങളുടെ ദാമ്പത്യത്തിൽ നിങ്ങൾക്ക് റാഹത്ത് കിട്ടുകയില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹാനായിരിക്കുന്ന മുആവിയ തങ്ങൾ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളൊക്കെ കല്യാണം കഴിച്ച ചെറുപ്പക്കാരാ, നമുക്കൊക്കെ ഭാര്യമാരുണ്ട് നബിയേ. എങ്ങനെയാണ് നമ്മുടെ ഭാര്യമാരോട് നമ്മൾ ജീവിക്കേണ്ടത്? നമ്മുടെ ഭാര്യയോട് നമുക്കുള്ള കടപ്പാടെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായിരിക്കുന്ന മുആവിയ തങ്ങളോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന, മുആവിയ, നിന്റെ ഭാര്യയോട് നിനക്കുള്ളതായിരിക്കുന്ന കടപ്പാടുകൾ, അന്തു തുഇമഹാ ഇദാ തുഇംത, നീ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യ പട്ടിണി കിടക്കാതെ നോക്കേണ്ട ചുമതല നിനക്കാണ്. ഇതിലൊന്നും വലിയ വീഴ്ച വരുത്തുന്നില്ല, ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഭാര്യയുടെ ഭക്ഷണത്തിന്റെ ഉത്തരവാദി ഭർത്താവാണ്. ഏതെങ്കിലും ഒരു ദിവസം നിന്റെ ഭാര്യ പട്ടിണി കിടന്നാൽ അല്ലാഹു തആല ഭർത്താവിനോട് ചോദിക്കും, എന്ത് കാരണം കൊണ്ടാണ് അവൾ പട്ടിണി കിടന്നത്? നിനക്കുണ്ടായിരുന്നില്ലേ ജീവിതത്തില്? കാരണം നമ്മളിങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടിരുന്നത് നമ്മളെ വീട്ടു ജോലി ചെയ്യാനോ മറ്റൊന്നുമല്ല, അവളെ ഒരുപാട് ഹക്കുകൾ വീട്ടാനാ. നമ്മുടെ മക്കളെന്ന് പറയുന്ന നമ്മുടെ കൃഷിയുടെ മുതലുകളെ, നമ്മുടെ കൃഷിഫലങ്ങൾ ഉണ്ടാക്കേണ്ട കൃഷിഭൂമിയാണ് നമ്മുടെ ഭാര്യ. മനസ്സിലായില്ലേ? ഒന്നാമത്തെ കടപ്പാട് റസൂലുള്ള പറഞ്ഞത് ഭാര്യയുടെ ഭക്ഷണത്തിന് ഉത്തരവാദി നീയാണ്. അപ്പൊ അത് ഏകദേശം നമ്മളെല്ലാരും നിർവഹിക്കുന്നുണ്ട്. രണ്ടാമത്തേത് വൻ തക്സൂഹാ
നീ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയുടെ വസ്ത്രത്തിന്റെ ഉത്തരവാദിയും നീയാണ്. ഭക്ഷണവും വസ്ത്രം ഇതൊക്കെ ഭർത്താവിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഇത് ഞാൻ അത്ര വിശദീകരിക്കുന്നില്ല, കാരണം അതൊക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്. ഇന്ന് വസ്ത്രം കൂടിയതിന്റെ പ്രശ്നമല്ലാതെ കുറഞ്ഞതിന്റെ പ്രശ്നമില്ല. ഭക്ഷണത്തിന്റെ സ്ഥലത്ത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ചില സന്ദർഭങ്ങളിൽ ആവശ്യമുള്ളതായിരിക്കുന്ന അവസ്ഥയിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കണം. ഗർഭിണിയായ സന്ദർഭത്തിൽ അപ്പോൾ ആവശ്യമുള്ള പ്രോട്ടീൻസ് ഉള്ള ഭക്ഷണം കൊടുക്കണം. ഒരു ഉമ്മ തന്റെ ഭാര്യ കുഞ്ഞിനിക്ക് മുല കൊടുക്കുന്ന കാലഘട്ടത്തിൽ നല്ല നിലക്കുള്ള വിറ്റാമിൻസുകളുള്ള ശരീരത്തിന് ശക്തി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുകൊടുക്കണം. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റസൂലുള്ളാഹിയോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ഭാര്യ ഗർഭിണിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജഅഫറേ, നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങൾ സഫർജൽ തിന്നാൻ കൊടുക്കണം. സഫർജൽ അറിയില്ലേ നിങ്ങൾക്ക്? നമ്മളിവിടെ സഫർജൽ തന്നെ പറയല്, സഫർജൽ തന്നെ പറയാം. ഈ സഫർജൽ എങ്ങനെയാ തിന്നേണ്ടത്? ഇതെന്ത് ചോദ്യാളത്? എങ്ങനെ തിന്നണ്ടെന്നാ? ഇങ്ങനെ എടുക്കല്, തിന്നല്. സഫർജൽ തിന്നേണ്ടത് റസൂലുള്ളാഹി പഠിപ്പിച്ചത് അറിയോ? കത്തി കൊണ്ട് മുറിച്ച് തിന്നരുത്. സഫർജൽ ഒരു വെള്ളമുണ്ട്, സഫർജലിന്റെ അകത്ത് നല്ലൊരു വെള്ളമുണ്ട്. ആ വെള്ളത്തിലാണ് അതിന്റെ സത്തകൾ ഉള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ജഅഫർ, നിങ്ങളെ ഭാര്യക്ക് സഫർജൽ തിന്നാൻ കൊടുക്ക്. ആ ഭാര്യക്ക് നല്ല ശക്തി വരും. ആ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ് നല്ല സൗന്ദര്യമുള്ള കുഞ്ഞായി മാറും. ഗർഭിണികൾക്ക് സഫർജൽ തിന്നാൻ കൊടുക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് ഏതെങ്കിലും ഒരു നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും നമ്മുടെ ഭാര്യ ഗർഭിണി എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് തിന്നു നമ്മളാണ്. പോക്കൊന്നുമില്ല. പോയി ഓരോ നിരത്ത് മുറിച്ച് നമ്മൾ തിന്ന് ഓളിങ്ങ നോക്കിയെടുത്ത് ഇങ്ങനെ വരില്ല. അവക്ക് തിന്നാൻ കൊടുക്കണം. റസൂൽ പറഞ്ഞത് മുറിച്ച് തിന്നാൽ എന്താണെന്നറിയോ? ഈ ഇരുമ്പ് സഫർജലിലേക്ക് തട്ടിയാൽ ആ വെള്ളം ആ സ്പോട്ടിൽ വണങ്ങും, അതിന്റെ സത്ത് ഉണ്ടാവില്ല. കത്തി കൊണ്ട് മുറിക്കരുത് എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. മുന്തിരി തിന്നാണ്ടത് എങ്ങനെയാണ്? റസൂലുള്ളാഹിന്റെ സുന്നത്ത് എങ്ങനെ ഞാൻ ചോദിക്കണം നിങ്ങളോട്? നമ്മുടെ മുന്തിരി എങ്ങനെയാ തിന്ന റസൂൽ പഠിപ്പിച്ചത്? അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, അതല്ലെങ്കിൽ മാലിക് രണ്ടിലൊരാളാ, എന്ത് തിന്നിട്ടില്ല? ബത്തക്ക തിന്നിട്ടില്ല. എന്താ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് തിന്നത് എന്ന് അവർക്ക് കിട്ടിയിട്ടില്ല വിവരം, ഹദീസ് മനസ്സിലായില്ല. നബി തങ്ങൾ ഇങ്ങനെയാണോ മുറിച്ചത്, അല്ല നീളത്തിലാണോ മുറിച്ചത് എന്ന് ബത്തക്കയെ കുറിച്ചിട്ട് ഹദീസ് കിട്ടാത്തത് കൊണ്ട് മരിക്കുന്നതുവരെ ബത്തക്ക തിന്നിട്ടില്ല. അത്രയും സുന്നത്ത് പാലിച്ച ആളുകളാണ് അവര്. നമ്മൾ പേരിന് സുന്നിയാണ്, ഒരു സുന്നത്ത് നമ്മളിൽ ഉണ്ടാവില്ല. എങ്ങനെയാ തിന്നണത്? മുന്തിരി തിന്നേണ്ടത് കൊലയോട് കൂടി തിന്നണം. റസൂലുള്ളാഹിന്റെ സുന്നത്ത് അങ്ങനെയാണ്. മുന്തിരി കൊല ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ആ കൊലയോട് കൂടി ഇങ്ങനെ കടിച്ചു തിന്നണം. കൊലയിൽ എടുത്തിട്ട് വായിലേക്ക് തിന്നണം, കൈ കൊണ്ട് എടുത്ത് തിന്നേണ്ടതല്ല. അതാണ് സുന്നത്ത്. ഇനി മുന്തിരി കിട്ടിയാൽ അങ്ങനെ തിന്നോക്കി ഇല്ല. അടുത്താരുണ്ടോ ശ്രദ്ധിക്കണം, കാരണം ആരും കണ്ടെങ്കിൽ പ്രാന്തായിട്ടോ നമ്മളെ കളിയാക്കിയാണ്. കാരണം എന്താ, ഇതുവരെ ഇയാൾ ഇങ്ങനെ ഇപ്പൊ എന്ത് ഇങ്ങനെ തിന്നുന്നു? ഇതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്. കാരണം ചില സുന്നത്തുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വേറൊരു സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ പാത്രം വടിച്ചു തിന്നണം. അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽഅഖിൽ അസ്വാബിഹി വസ്സഹഫതി. ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ വിരലിയും വേണം, പാത്രം വടിച്ചു തിന്നണം. ഈ സുന്നത്ത് നമ്മൾ ആര് കിട്ടുന്നുണ്ട്? അത് നേരിട്ട് ഞാൻ കണ്ടതാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ. അത്തിപ്പറ്റ ഉസ്താദ് ഓരോ സുന്നത്ത് വിട്ടുന്ന ആളാണ്. മഹാനായിരിക്കുന്ന അത്തിപ്പറ്റ ഉസ്താദിനെ ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് ഉറൂസിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി പോയതാ. അവിടെ പോയപ്പോ നമ്മൾ ഫോൺ ചെയ്തു. ഉസ്താദ് പറഞ്ഞു, ഞാനൊരു പരിപാടിക്ക് പോകാൻ ഒരുങ്ങിയതാ മക്കളെ, പെട്ടെന്ന് വന്നോളൂ, ഞാൻ കാത്തു നിൽക്കാം. പുത്തനത്താണി എന്ന് പറയുന്ന ടൗണിൽ ഉസ്താദ് നമ്മളെ കാത്തു നിന്നു. ഉസ്താദ് കാത്തു നിന്നപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ഒരു പള്ളിയിൽ ഉസ്താദ് കാത്തിരിക്കുക. ഉസ്താദ് നമ്മളെ കണ്ടപ്പോ നമ്മളെ ബഹുമാനിച്ചുകൊണ്ട് ഉസ്താദ് ആദരിക്കുക, നമ്മൾ സ്വീകരിക്കുക. എന്നിട്ട് ചോദിച്ചു, മോനെ എന്താ വേണ്ടത്? ഉസ്താദ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഉസ്താദ് നമുക്കൊന്നും വേണ്ട, ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതല്ല, ഞങ്ങൾ ഉസ്താദിനെ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. അതവിടെ കിടക്കട്ടെ, നിങ്ങൾ കാസർഗോഡ് നിന്ന് വന്ന ആളുകളല്ലേ, നിങ്ങൾ എന്റെ അതിഥികളാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത് പറ. ജ്യൂസ് തരണോ അതല്ല ചായ കൊണ്ടിരിക്കണോ, എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, എന്നാൽ ഉസ്താദ് തന്നത് നിങ്ങൾ കഴിച്ചോളാം. അങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ട് ഒരു ഹോട്ടലിലേക്ക് പോയി. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് 5 ആളാ നമ്മളുണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 ആൾക്ക് ചായ ബുക്ക് ചെയ്തു. എന്നിട്ട് നമ്മളെല്ലാവരും പൈസ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ചായ കൊണ്ടിട്ടേ ഉള്ളൂ. അറിയാതെ ഞങ്ങളെ അടുത്ത് കണ്ടത് 500 രൂപ നോട്ട് മുമ്പ് തന്നെ കൊടുത്ത്, നിങ്ങൾ പൈസ കൊടുക്കരുത്, ചായ എല്ലാം കുടിച്ചെന്റെ മുമ്പിനിങ്ങളെ കുടിച്ചതല്ല വലിയ സംഗതി. എന്റെ അടുത്തുണ്ടായിരുന്ന ഒരാള് ചായ കുടിച്ചിട്ട് ഒരല്പ ചായ അതിൽ ബാക്കി വെച്ചു. നമ്മളൊക്കെ ബാക്കി വെക്കാറുള്ളത് പോലെ ഒരല്പ ചായ ബാക്കി വെച്ചു. ആ ബാക്കി വെച്ചത് കണ്ട ഉടനെ തന്നെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, ഹാജാരെ മൊത്തം കുടിക്ക്. ഇയാൾ സസ്യായി പോയി.
മോത്ത് നോക്കിട്ടാ പറഞ്ഞത്, മൊത്തം കുടിക്ക്. നമ്മൾ പറഞ്ഞ എന്താവും? നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്, ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോയി അല്ലെങ്കിൽ ഒരു സൽക്കാരത്തിന് പോയി, കല്യാണം ക്ഷണിക്കാൻ പോയി, സർവത്തൊന്നും കുടിക്കാൻ ജ്യൂസ് തന്നു, ഫുള്ള് കുടിക്കൂല, ഒരു ഇച്ചിരി ബാക്കി വെക്കും. എന്താ, ഫുള്ള് കുടിച്ചാൽ അതൊരു കുറവാണ് നമ്മുടെ വിചാരം അല്ലേ? ഒരു കുറവാണത്, ഇച്ചിരി ബാക്കി വെക്കും, എന്നിട്ട് അതൊരു മറിക്കല്. അപ്പൊ ഇയാൾ വലിയ ആളായി. മുഖം നോക്കിയാ പറഞ്ഞത്, മൊത്തം കുടിക്ക്. ഞാൻ കുടിച്ചതായിരിക്കുന്ന ചായയുടെ ഗ്ലാസ്സിൽ ഒരു ഇച്ചിരി ചായ അല്ല, ആ പൊടി ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇച്ചിരി ബാക്കി വെച്ചിരുന്നു. മുഅ്മിനീങ്ങളെ, മഹാനായിരിക്കുന്ന അത്തിപ്പറ്റ ഉസ്താദ് ആ ഗ്ലാസ് ഇങ്ങനെ എടുത്തു. ഞാൻ കുടിച്ച ഗ്ലാസ് ഉസ്താദ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് അതിങ്ങനെ തിരിച്ചിങ്ങനെ തട്ടിത്തട്ടിട്ട് അതിന്റെ ഫുള്ള് ഭാഗങ്ങൾ ഉസ്താദിന്റെ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് അത് കുടിച്ചു. ഒന്ന് ആലോചിക്ക്, അതല്ലേ മുഅ്മിനീങ്ങൾ? അങ്ങനെയല്ലേ സുന്നത്തിന് നമ്മൾ പാലിക്കേണ്ടത്? നമുക്കൊക്കെ എന്ത് സുന്നത്താണുള്ളത്? നമ്മൾ പേരിന് സുന്നിയാണ്. നല്ലോണം ആലോചിക്കണം. ഓരോ ദിവസവും ധാരാളം സുന്നത്തുകൾ നമുക്ക് ചെയ്യാനുണ്ട്. പാത്രങ്ങളിൽ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്, ആവശ്യമുള്ളതേ എടുക്കാൻ പാടുള്ളൂ. ഒരു ബറ്റ് ഭക്ഷണം പാത്രത്തിൽ ബാക്കി വെക്കാൻ പാടില്ല. ഇത് നബിന്റെ സുന്നത്താണ്. ഇരിക്കട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകർ മൂന്നാമതായി പറഞ്ഞത് മുആവിയ. മൂന്നാമതായി പറയാനുള്ളത് വലാ തദ്രിബിൽ വജ്ഹ. ഒരു ഭർത്താവും ഭാര്യയുടെ മുഖത്തെ കടിക്കരുത് കേട്ടോ. ഭാര്യമാരെ നിങ്ങൾ മുഖത്തെ കടിക്കല്ല. മുഖത്തെ കടിക്കരുത് എന്ന് പറഞ്ഞാൽ ഉസ്താദേ ബാക്കിയുള്ള ഭാഗത്തേക്ക് തല്ലാമല്ലോ എന്ന് ചോദിക്കണ്ട. അവിടെ മുഖം മാത്രമല്ല, ആവശ്യമില്ലാതെ ഭാര്യമാരെ തല്ലരുത് കേട്ടോ. ഇത് റസൂലുള്ളാഹിന്റെ വസിയത്താണ്. ആ ഒരു കാര്യത്തില് നമ്മളെല്ലാവരും ഒരൽപ്പ പോക്കല്ലേ മുഅ്മിനെ. ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി ഭാര്യമാരെ തല്ലുന്നവരല്ലേ നമ്മള്, ആക്രമിക്കുന്നവരല്ലേ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഞാൻ ജീവിച്ച കാലം അത്രയും ഒരു വട്ടം പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ അടിക്കുന്ന പോയിട്ട് ചീത്ത പോലെ പറഞ്ഞിട്ടില്ല. ഏറ്റവും നല്ല ഭർത്താവാണ് മുത്തുനബി. ആയിഷ ബീവി എന്ന് പറയുന്ന തന്റെ ഭാര്യയോട്, ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യയോട് വളരെ നല്ലതായ പെരുമാറ്റമാ. സഹോദര, നമ്മൾ നമ്മുടെ ഭാര്യമാരുടെ മുമ്പിൽ എങ്ങനെയാ നല്ല ഒരു സംസാരം ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? എത്ര പേരാണ് കാരണമില്ലാതെ ഭാര്യമാരെ തല്ലുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തല്ലരുത്. ആവശ്യമില്ലാതെ ഭാര്യമാരെ തല്ലരുത്. ഈ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭാര്യമാരാകുന്ന പെങ്ങമാര് അവിടെ നിന്നിപ്പം മന്ത്രിച്ചു കൊണ്ടുണ്ടായും ഉസ്താദേ ധൈര്യത്തോടെ പറഞ്ഞോ, ഞാൻ ധാരാളം അടി കൊണ്ടവളാ. എന്റെ വീടിന്റെ പുറത്ത് ധാരാളം അടിന്റെ പാടുകളുണ്ട്. സഹോദരാ, മദ്യപിച്ച് വന്നിട്ട് ഭാര്യയെ തല്ലുന്നവര്, ഷുഗറാളയാക്ക് ഭാര്യ അറിയാതെ ചായക്ക് പഞ്ചസാര ഇട്ടതിന്റെ പേരില് ഭാര്യയെ ചവിട്ടുന്നവര്, ഭാര്യയെ തല്ലുന്നവര്, സുബ്ഹാനല്ലാഹ്, അവനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അവൻ യഥാർത്ഥ മുഅ്മിനല്ല. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി. നിങ്ങളിൽ നല്ലവനാരാ? ഭാര്യയോട് നല്ലതുപോലെ പെരുമാറുന്നവനാ. ആവശ്യമില്ലാതെ ഭാര്യമാരെ തല്ലുന്നവരാകരുത്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, നമ്മുടെ മക്കളുടെ മുമ്പില് നമ്മുടെ ഭാര്യമാരെ നമ്മൾ തല്ലരുത്. കാരണം എന്തേ? മക്കൾക്ക് എപ്പോഴും സ്നേഹമുണ്ടാകുന്നത് ഉമ്മയോടാണ്. നമ്മളൊരു കരാറ് ലംഘിച്ച ഈ തല്ല് കൊടുക്കുന്നത് എന്തറിയോ? നമ്മളെല്ലാവരും നിക്കാന്റെ മുസല്ലയിൽ ഇരുന്നപ്പോ ആ സവ്വജുത്തുക എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ അമ്മോഷാക്ക വേറെ രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അത്? ഉസവ്വിജുക അലാമ അമറല്ലാഹു ബിഹി ബിഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു തരുന്നത് പടച്ചോന്റെ ഉപദേശം അനുസരിച്ചിട്ടാ. നിനക്ക് വേണമെങ്കിൽ എന്റെ മകളെ മര്യാദക്ക് വെച്ച് ജീവിച്ചോ. നിനക്ക് വേണ്ടേ? നല്ല നിലയ്ക്ക് തിരിച്ചു തരണം. തല്ലാനോ കുത്താനോ ചവിട്ടാനോ ഇടിക്കാനോ ഒന്നും നിനക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ കരാറ് പറഞ്ഞിട്ടാണ് അമ്മോഷാക്ക പറഞ്ഞത് സവ്വജുതുക എന്ന്. ആ കരാറ് നമ്മൾ ലംഘിക്കുകയാണ്. എത്ര ആളുകളാണ് വെറുതെ ഭാര്യമാരെ തല്ലുന്നത്, ഭാര്യമാരെ ചവിട്ടുന്നവർ അറിയോ നിങ്ങൾക്ക്?
ഒരു ഭർത്താവ് ആ ഭർത്താവിന്റെ വീട്ടിൽ കയറി. ഭാര്യ അയാൾക്ക് ഭക്ഷണം കൊണ്ടുവച്ചു. ഭക്ഷണം കൊണ്ടുവച്ചപ്പോ ഇയാള് ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോ കറിയിൽ ഇച്ചിരി ഉപ്പ് കുറവാണ്. പെണ്ണുങ്ങൾക്കല്ലേ തിരക്കിൽ മറന്നു പോയിട്ടുണ്ടാവാം. ഞങ്ങളൊക്കെ തിന്നിട്ട് പഠിച്ചതല്ലാതെ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടോ? ചില ആളൊക്കെ എന്നോട് പറയണ്ട്, ഉസ്താദെ റമദാനിൽ എനിക്ക് അത്തായത്തിന് അതങ്ങനെ സ്പോട്ടിൽ എനിക്ക് ഫ്രഷ് ചൂട് കിട്ടണം, അല്ല എനിക്ക് എത്താൻ കഴിക്കാൻ കഴിയില്ല. ഈ ചൂട് കിട്ടണമെങ്കിൽ നിന്റെ കെട്ടിയോള് എത്ര മണിക്ക് എണീക്കണം നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അതല്ല ഈ ഭാര്യയാകുന്ന പാവം പെണ്ണ് ഇതെല്ലാം ഉണ്ടാക്കി തന്നിട്ട് ഒന്ന് നിന്നെ തീറ്റിക്കണമെങ്കിൽ നിങ്ങളെ ഞാൻ പറയുന്നത് നമ്മളെ ബൈക്കോട്ടെ, നമ്മളെ ഒന്ന് തീറ്റിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം ഭാര്യ വന്നിട്ട് വിളിക്കണം, എണീക്കുന്നു. എത്രയായി സമയം? എത്രയായി? 4:04 കുറച്ച് എണീക്കറോ? എത്രയായി? 4:10 എന്നിട്ട് 4:40 വാങ്ങാം, 4:35 മൂപ്പൻ അത്താൻ വയ്ക്കാൻ തുടങ്ങുന്നത്. എന്നിട്ട് സ്പീഡിലൊരു കഴിക്കല. അപ്പൊ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ അവനൊരു മസാല ബാങ്ക് കയ്യോളം തിന്നാണ്. അങ്ങനെ മസാല ഉണ്ടെന്ന് അവന്റെ മസാല ബായി കിട്ടാലും എന്താക്കാം, ബാങ്ക് തീരോളത് തിന്നാൻ. ഈ പാവം പെണ്ണുങ്ങള് 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടാണ് ഭർത്താക്കന്മാരായ നമുക്ക് ഈ ചൂടുള്ള അപ്പം തരാൻ വേണ്ടി ഉറക്കൊഴിക്കുന്നത്. പകലവർക്ക് സമയമുണ്ടോ ഉറങ്ങാൻ? നമ്മളെ നോമ്പിന്റെ 3 ഇരട്ടി കൂലി കിട്ടും പെണ്ണുങ്ങളെ നോമ്പിന്. കാരണം എന്താ? എന്ത് കഷ്ടപ്പാടാ പാവം പെണ്ണുങ്ങൾക്ക്. എന്നിട്ട് ചെറിയൊരു ഉപ്പ് കുറഞ്ഞാൽ അവർക്ക് ചവിട്ട, അവർക്ക് ഇടിയാ. ഒരു നല്ല വാക്ക് എന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് എന്താ സുഖടാ ഉള്ളത്? നമ്മൾ നോമ്പ് നോക്കിയാല് സുബഹിക്കാൻ വന്നിട്ട് നിസ്കാരല്ല കഴിഞ്ഞ് ഒരു മറിയില്ല അടുത്തൊക്കെ കൂർക്കം വലിച്ച് ഒരു പള്ളിയിൽ ഉറങ്ങി അല്ലേ? റമദാനിലൊക്കെ ഭയങ്കര സീസണാ പള്ളിയിൽ, എവിടെ സ്ഥലമില്ല, എല്ലാം ഉറക്കാണ് അല്ലേ? ചില ആൾ ലൂറിസ്കരിച്ച് അസർ വരെ ഉറങ്ങും, ലൂർക്കാതെ അസർസ്കരിക്കും. ഇതൊക്കെ ഞാൻ കണ്ടിട്ട് ഞങ്ങളോട് പറയുന്നത്. ലൂറിസ്കരിച്ച് കിടന്നതാ മുപ്പര്. അസർ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് ഒരാൾ വിളിച്ചു, പോയിട്ടൊന്നില്ല, ഉറങ്ങിയതല്ലേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ നോമ്പിന്റെ നിസ്കാരത്തിനൊക്കെ കോലം. നമുക്ക് സുബൈ മുതൽ ളുഹർ വരെ ഉറങ്ങാം, ളുഹർ കഴിഞ്ഞാൽ അസർ വരെ ഉറങ്ങാം. പിന്നെ അസർ മഗ്‌രിബിനടുക്ക് ആരും ഉറങ്ങാറില്ല. കാരണം അപ്പൊ ഏകദേശം ഈ നോമ്പറക്കേണ്ട സാധനങ്ങളെല്ലാം റെഡിയാവും. അതെങ്ങനെ അതിനെ നോക്കിയിട്ട് സമയം പോയിക്കോളൂ. ഈ പാവം പെണ്ണുങ്ങളോ, അവർക്ക് എപ്പോഴാ ഉറക്ക്? ഉച്ച കഴിഞ്ഞാൽ അവർ തുടങ്ങിയില്ലേ നോമ്പ് മുറിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ. ഒന്ന് ആലോചിക്കുകയാണങ്ങളെ, എങ്ങനെ തോന്നുന്നു അവരെ ആക്രമിക്കാൻ, എങ്ങനെ തോന്നുന്നു അവരോട് തെറി പറയാൻ. സഹോദരാ, നല്ല ഒരു വാക്കെങ്കിലും പറയാമല്ലോ. ഭാര്യ നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഭക്ഷണം വെച്ചു, എന്നിട്ട് ഭാര്യ തൊട്ടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുമെന്താ? ഭർത്താവിന്റെ റിപ്ലൈ കിട്ടാൻ, നല്ല ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണമല്ലേ, ഭാര്യ അപ്പുറത്ത് ഇങ്ങനെ നിന്ന് നോക്കും. അപ്പൊ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതാരടി ഉണ്ടാക്കിയ? നീയാ? അയ്യേ എന്ത് ചെയ്ത്? പാപം ഒക്കെ ആകെ ബേജാറായി. ഇനി പാങ്ങില്ലെങ്കിലും നിനക്ക് തിന്നാൻ ടേസ്റ്റ് ഇല്ലെങ്കിലും നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ നീ പറയേണ്ടത് എങ്ങനെയാ? സൂപ്പറായിട്ടുണ്ടാ, ടോപ്പ് കറി, അടിപൊളി ചോറ്, നല്ല ടോപ്പായിട്ടുണ്ട്. സമാധാനായി പോയി വെക്ക്. എപ്പോഴാ ഞാൻ ഇത് പറഞ്ഞത്? കുറ്റം പറഞ്ഞതല്ലാതെ എപ്പോ പറഞ്ഞിട്ടുണ്ട്? അത് ഭാര്യനെന്നല്ല, കല്യാണത്തിനടുത്തോ തന്നെയാണ്. ആൾക്കാരൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കല്യാണത്തിനടുത്ത് ചോറ് വെച്ച് പോകുമ്പോൾ എല്ലാവരും കുറ്റം തന്നെ. ഏതൊരു ബിരിയാണി അത്? കച്ചമ്പർ എന്തിയ പേറും വെള്ളം കിട്ടുന്ന നന്ദി ഇതാണ്. കുറ്റം പറയരുത്. ഭാര്യമാര് ഈ ഭർത്താവിൽ കറിയൊരൽപ്പം ഉപ്പ് കുറഞ്ഞപ്പോ അറിയോ നിങ്ങൾ, ഇയാളാ കറിയുടെ പാത്രവുമായി നേരെ അകത്ത് പോയി പാവം കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാവപ്പെട്ട ഭാര്യയോട് ഇയാള് ചോദിച്ചത് നിങ്ങൾ അറിയോ? എടി പെണ്ണേ, നിനക്കിന്നവരെ കറി ഉണ്ടാക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ അടുപ്പത്ത് വെച്ചിരുന്ന വലിയ ഒരു പാത്രത്തിലെ കറിയുണ്ട്. ആ കറി എടുത്തിട്ട് പാവപ്പെട്ട ഈ പെണ്ണിന്റെ തലയിൽ ഒഴിച്ചു കൊടുത്തു. ഓർക്കണം, നമ്മള് ആ പാവം പെണ്ണ് ആരോട് പറയാനാ? നമ്മുടെ വീട്ടില് നമ്മുടെ ഭാര്യമാർക്ക് തുണയായി നിൽക്കേണ്ടവരെ നമ്മളാ സഹോദരാ. നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങമാര് ഭൂരിഭാഗവും 90% നമ്മുടെ ഭാര്യമാരോട് ഒത്തുപോകുന്നവരല്ല. അമ്മായിമാർക്ക് മരുമക്കളെ കണ്ടുകൂടാ, നാത്തുമാർക്ക് നമ്മുടെ ഭാര്യമാർ
ഭാര്യമാരെ കണ്ടുകൂടാ. ഇവരുടെ ശല്യങ്ങളെല്ലാം സഹിച്ചിട്ട് നമ്മുടെ ഭാര്യമാരെ നമ്മുടെ വീട്ടിൽ നടക്കുന്നത്, നമ്മുടെ വീട്ടിൽ പാർക്കുന്നത്, എന്നെ കെട്ടിയ ഒരു ഭർത്താവുണ്ടല്ലോ, അത് ഓർത്തിട്ട് ആ സഹോദര കൂട്ടിക്കുളത്തങ്ങനെയുള്ള അമ്മായിമാരില്ല എന്നാ ഞാൻ കരുതുന്നത്. ദുനിയാവിന്റെ ചരിത്രം അങ്ങനെയാ. ഒരു അമ്മായിക്ക് തന്റെ മകളെ കാണാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങളാണ്. നമ്മുടെ മുമ്പിൽ നല്ല സൗഹാർദ്ദമാ. നമ്മളവിടെ നിന്ന് മടങ്ങി വന്നാൽ നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര് നേരെ പോകാറില്ല. നമ്മുടെ പെങ്ങന്മാർക്ക് നമ്മുടെ ഭാര്യമാരെ കണ്ടുകൂടാ. വീട്ടിലെപ്പോൾ പ്രശ്നങ്ങളാ. ഉമ്മയെ സമാധാനിപ്പിക്കുമ്പോ ഭാര്യയുടെ പ്രശ്നമാണ്, ഭാര്യയെ സമാധാനിക്കുമ്പോ ഉമ്മക്ക് നമ്മളോട് പ്രശ്നമാ. സഹോദര, ഇങ്ങനെയുള്ള ഒരു വീട് മഹാന്മാർ നമ്മളോട് പറഞ്ഞത് അത് ദുനിയാവിന്റെ നരകമാണ്. അങ്ങനെയാണ്, ദുനിയാവിന്റെ നരകമാണ്. ഇവർ ഒത്തുപോകാറില്ല ഇല്ലേ? ഒരുപാട് ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ടാവും, കറക്റ്റ് ഉസ്താദ്, അല്ലോ സഹിച്ച് മടുത്തുപോയി. ഒരു ഭാഗത്തുമ്മ, ഒരു ഭാഗത്തോട്. ആരാ ഇപ്പൊ നേരാക്കേണ്ടത് അല്ലേ? അധികം അങ്ങനെയാണ്. വളരെ ചുരുക്കം അമ്മായി മരുമക്കൾ നല്ല സന്തോഷത്തിൽ ജീവിക്കാറുണ്ട്. എന്റെ വാല് കേൾക്കുന്ന നല്ലവരായ സഹോദരിമാരോട് വസിയത്ത് ചെയ്യുകയാണ്, നമ്മൾക്കുള്ള ഈ കുശുമ്പുകളെ കൊണ്ട് നമ്മൾ കുടുംബം പൊട്ടിസാക്കരുത്, കുടുംബം നമ്മൾ തകർക്കരുത്. മരുമക്കളും അമ്മായിമാരും നല്ല നിലക്ക് ജീവിക്കണം. നാത്തുമാർ, ഇവിടെ നാത്തുമാർ എന്നല്ല ഇപ്പൊ പറയല്, ആ നാത്തുമാർ തമ്മിൽ നല്ല നിലക്ക് ജീവിക്കണം. ആ വീടാണ് സ്വർഗം, അതല്ലെങ്കിൽ ആ വീട് നരകാണ്. ഉമ്മാന്റെ പേര് കേട്ടിട്ട്, ഉമ്മാന്റെ വാക്ക് കേട്ടിട്ട് പെട്ടെന്ന് ഭാര്യയെ തല്ലരുത്. ഭാര്യയുടെ വാക്ക് കേട്ട് പെട്ടെന്ന് ഉമ്മാനോട് കയർത്തരുത്. വളരെ ഐഡിയയിലൂടെ ആയിരിക്കണം ഒരു ഭർത്താവ് മുമ്പോട്ട് പോകേണ്ടത്. ശരിയല്ലേ? ഈന്റെ പഠിത്തം നിങ്ങൾ ഏത് കോളേജിൽ പോയിട്ട് പഠിച്ച കാര്യമില്ല അല്ലേ? ബികോമും ഡിഗ്രി എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇത് ഈ ഉമ്മാനെയും ഭാര്യനെയും ശരിയാക്കേണ്ട പഠിപ്പൊന്നും അവിടെ കിട്ടൂല. അത് നബി പഠിപ്പിച്ചിടത്തേ ഉണ്ടായിട്ടുള്ളൂ. റസൂല പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മ നമ്മളോട് നമ്മുടെ ഭാര്യയുടെ പരാതി പറയും, ഭാര്യ ഉമ്മാന്റെ പരാതി പറയും. അപ്പൊ എങ്ങനെയാ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഉമ്മാക്ക് വേണ്ടി ഭാര്യനെ അകറ്റാൻ പറ്റുമോ? ഇല്ല. ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാനെ അകറ്റാൻ പറ്റുമോ? ഇല്ല. ഒരു ചെല്ലുണ്ട്, മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളെ കണ്ണുനീര് എനിക്ക് കാണണമെന്ന് കൊതിക്കുന്ന അമ്മായിമാരുണ്ട് എന്ന്. അങ്ങനെയാണ് കൂടുതലും അല്ലേ? ആ ഒരു കാരണം കൊണ്ട് ഒരു പെണ്ണ് സുസൈഡ് ചെയ്തതിന് ഞാൻ സാക്ഷിയാ. ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു. എന്താ? അമ്മായിയമ്മയുടെയും പിന്നെ ഭർത്താവിന്റെ ഉപ്പയുടെയും പീഡനം സഹിക്കാൻ കഴിയാഞ്ഞിട്ട്. ഈ അമ്മായി ഓർക്കണില്ല, ഞാനും ഒരു കാലത്ത് ഇതുപോലെ ഒരു മരുമോളായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നവളാ. അതേപോലെ എന്റെ പൊന്നുമോന് കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണാണ്, എന്റെ മകൾക്ക് തുല്യനായ ഒരു മോളാണിത് എന്നെന്തേ അമ്മായി ചിന്തിക്കാത്തത്? മരുമകൾ എന്നാ ചിന്തിക്കാത്തത്? എന്റെ ഭാര്യയുടെ, എന്റെ ഭർത്താവിന്റെ ഉമ്മയാണിത്, എന്റെ ഉമ്മയുടെ സ്ഥാനത്തെന്ന് അങ്ങനെ ചിന്തിച്ച് ജീവിച്ച കുടുംബം എത്ര റാത്തിൽ ജീവിക്കുമോ നിങ്ങളെ? അതില്ലല്ലോ. ഈ വിഷയത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സഹോദര, ആവശ്യമില്ലാതെ നമ്മൾ തല്ലുന്നവരാകരുത്. നമ്മുടെ അക്രമത്തിന്റെ കാരണം കൊണ്ട് ഒരു പാവപ്പെട്ട പെണ്ണങ്കാലും അള്ളാഹിനോട് കൈ ഉയർത്തി ദ്വാരന്നാൽ, അല്ലാ എന്നെ എന്റെ ഭർത്താവ് വെറുതെ അടിക്കുകയാ, ഒരു ഭാര്യയും അത് ദ്വാ ചെയ്യില്ല. കാരണം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നവരാണ് അവര്. അള്ളാഹുവേ, ഒരു പെണ്ണ് ദ്വാരന്ന് പോയാൽ ആ ദ്വായുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. അല്ലാഹു തആല ദുആ കബൂൽ ചെയ്യും കേട്ടോ. 2-3 സ്ഥലങ്ങളില് അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്റെ ഭാര്യയെ തല്ലാൻ സമ്മതിച്ചിട്ടുണ്ട്. 2-3 കാര്യങ്ങൾക്ക് മാത്രമേ പൊട്ടാത്ത അടി നിന്റെ ഭാര്യ കടിക്കാൻ പാടുള്ളൂ. അത് ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാലാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ മുആവിയ തങ്ങളോട് പറയുന്നത്, മുആവിയ വലാ തുകബ്ബിഹാ, ഭാര്യയെ ചീത്ത വിളിക്കല്ല, ഭാര്യയെ ചീത്ത വിളിക്കരുത്. ചീത്ത വാക്ക് കൊണ്ടവരെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. ഓർക്കണം, നിങ്ങളറിയോ, മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വീട്ടിലേക്ക് ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുടെ പ്രശ്നം പറയാൻ വേണ്ടി ഉമർ തങ്ങളെ വീട്ടിലേക്ക് വന്നതാ. ഉമർ തങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോ ഉമർ തങ്ങളെ വീട്ടിന്റെ അകത്തിൽ നിന്ന് വലിയ കോലാഹലങ്ങൾ കേൾക്കുകയാ. എന്താണ് കോലാഹലം? ഉമർ തങ്ങൾക്കുള്ള ഭാര്യ ഉമർ തങ്ങളെ വല്ലാതെ കയർത്ത് സംസാരിക്കുന്നു. തന്റെ ഭാര്യയുടെ പരാതി പറയാൻ ഒരാൾ ഉമർ തങ്ങളുടെ വീട്ടിലേക്ക് പോയതാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട് മുറ്റത്തേക്ക് എത്തിയപ്പോ അകത്തുനിന്ന്
ഭയങ്കര സൗണ്ടാ കേൾക്കുന്നത്. നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭാര്യ ഉമർ തങ്ങളോട് വല്ലാണ്ട് സ്ട്രോങ്ങിൽ സംസാരിക്കുക. പക്ഷെ ഉമർ തങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇത് ഇയാൾക്കൊരു അത്ഭുതമായി. കാരണം എന്താ, എല്ലാരും കേട്ടാ പേടിക്കുന്ന ഉമർ തങ്ങൾ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പൂച്ചയോ? കുറെ കേട്ടിട്ട് ഇയാൾ മടങ്ങി. കാരണം എന്താ, ഇനി മൂപ്പരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്റെ വീട്ടിൽ ഉഹുദ് യുദ്ധത്തിന് നടന്ന സംഗതി പറയാൻ വേണ്ട, ഇവിടെ ബദർ യുദ്ധം നടക്കുന്നുണ്ട്, പിന്നെ ആരോട് പറയാനാ? മൂപ്പം എല്ലാം മടങ്ങിയിട്ട് പോകുമ്പോ ഉമർ തങ്ങൾ വിളിച്ച്, ഇങ്ങോട്ട് വാ, എന്തേ നീ പോന്നത്? അപ്പൊ ആള് പറഞ്ഞു, തങ്ങളെ ഞാന് വന്നത്, ഞാനും എന്റെ ഭാര്യയെ കുറച്ച് പ്രശ്നത്തിലാ, ഓൾ എന്നെ വല്ലാത്ത ശല്യം ചെയ്യുന്നുണ്ട്, അത് പറയാൻ വേണ്ടി ഞാൻ എടുത്തൊക്കെ വന്നതാ. ഇവിടെ വരുമ്പോ നിങ്ങളെ യുദ്ധം അതിനായിട്ട് വലുതാ. നിങ്ങളെ ഭാര്യ ഇങ്ങനെയൊക്കെ തങ്ങളോട് സംസാരിച്ചിട്ടും തങ്ങൾ ഒന്നും പ്രതികരിക്കുന്നില്ല. ഇതെന്ത് അത്ഭുത! എന്റെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. ഉമർ തങ്ങൾ പറഞ്ഞ ഈ മറുപടി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരാ, ശരിയാണ്, ഞാൻ എന്തുകൊണ്ടാണ് തിരിച്ചു മറുപടി പറയാത്തത്? പാവപ്പെട്ടവനായി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അവളാ, എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി തരുന്നവൾ അവളാ, എനിക്ക് റൊട്ടുണ്ടാക്കി തരുന്നത് അവളാ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് മുല കൊടുക്കുന്നവൾ, മുലയൂട്ടുന്നവൾ ഇവളാ. ഇതൊന്നും എന്റെ ഭാര്യക്ക് നിർബന്ധമുള്ളതല്ല. നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും ഔദാര്യമായിട്ട് എന്റെ ഭാര്യ എന്നോട് ചെയ്യുമ്പോ അതിനെക്കാട്ട് വലുതല്ലല്ലോ ഒരു 4 തെറിയെന്ന് അവൾ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ അതിന്റെ പ്രശ്നമാക്കുന്നില്ല. അതാണ് ഭർത്താക്കന്മാര് ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, എന്റെ ഭാര്യ 100-ൽ 100 കരുതിയാൽ നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം നന്നായി കൊണ്ടുപോകാൻ കഴിയില്ല. ഭാര്യയോട് സംശയരോഗം കുടുങ്ങിയ ഭർത്താക്കന്മാരെ, നിങ്ങളെ ദാമ്പത്യത്തിൽ പിന്നെ സമാധാനം ഉണ്ടാകില്ല. പെണ്ണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ നമ്മളെ പോലെയല്ല ചില വളഞ്ഞ സ്വഭാവങ്ങൾ ഉണ്ടാകാം. നമ്മളെക്കാൾ ബുദ്ധി കുറഞ്ഞവരാ. അതിന്റെ പേരില് അവരെ ശകാരിക്കാൻ നിന്നാൽ സഹോദരങ്ങളെ, നമുക്ക് ദാമ്പത്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവരെ ഭാഗത്തിൽ നിന്ന് വല്ല പ്രയാസങ്ങൾ വന്നാൽ അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതാ, എന്റെ കുഞ്ഞിനെ ഞാൻ ഉണ്ടാക്കിയ കുഞ്ഞല്ലേ, എന്റെ ബീജത്തിലുണ്ടായ എന്റെ പൊന്നുമോനെ കഷ്ടപ്പെട്ട് പ്രസവിച്ചത് ഇവളല്ലേ. 2 കൊല്ലക്കാലം ഉറക്കമൊഴിച്ചിട്ട് 2 വർഷക്കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് എന്റെ പൊന്നുമോന് മുല കൊടുത്തവൾ ഇവളാ, പോറ്റി വളർത്തിയത് ഇവളാ. ഇവിടെ പോയി ഞാൻ ക്ഷീണിച്ചു വന്നാലും പാതിരാവിൽ വന്നാലും എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ എനിക്ക് കുളിക്കാനുള്ള വെള്ളം റെഡിയാക്കി തരുന്നത് ഇവളാ, എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്നവൾ ഇവളാ. അത് ഓർക്കുമ്പോ പിന്നെ എങ്ങനെയാ അവരെ ഭാഗത്തിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് വലുതായി തോന്നുന്നത്? അതാണ് നബി തങ്ങൾ പറഞ്ഞത്, അവർ ചീത്ത പറഞ്ഞു പോകല്ല. ധാരാളം ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ ചീത്ത വിളിക്കുന്നവര്. അത് നല്ല ഭർത്താക്കന്മാരെ സ്വഭാവമല്ല. 5-ാമതായി അല്ലാഹുവിന്റെ പ്രവാചകർ മുആവിയ തങ്ങളോട് പറയുന്നത്, മുആവിയ വലാ തഹ്ജുറുഹാ ഇല്ലാ ഫീ ബൈതിക. നിന്റെ ഭാര്യയുടെ വീട്ടിലല്ലാതെ, നീ കടപ്പറയിലല്ലാതെ ഭാര്യയോട് അകന്ന് നിൽക്കല്ലേ. മിണ്ടാട്ടം ഒഴിവാക്കരുത്, ഭാര്യയോട് ചൊടിച്ചു നിൽക്കരുത്, സംസാരിക്കാതിരിക്കരുത്. റസൂലുള്ളാഹിന്റെ ഉപദേശമാണിത്. ഞാൻ ചുരുക്കുകയാണ്. എന്താ, ഒരു ഭാര്യയുടെ ഭാഗത്ത് നിന്ന് അനുസരണകേട് വന്നാൽ പല മോഡൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്, പല വകുപ്പും നമ്മൾ ചെയ്യണം. അതിൽ 2-ാമതായി റസൂൽ പറഞ്ഞതാണ് കിടപ്പറയിൽ മാറി നിൽക്കണമെന്ന്. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ചിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ, കുറെ കാലമായിട്ട് ഇയാളും ഓളും മുണ്ടാട്ടം ഇല്ല, അയാളും അയാളെ ഭാര്യ മുണ്ടാട്ടം ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ആരെല്ലാം വീട്ടിലുള്ളത്? ആരുമില്ല, ഇയാളും അയാളെ ഭാര്യയേ ഉള്ളൂ. അപ്പൊ ഇയാൾ ഭക്ഷണം കഴിക്കുന്നത് അതല്ല കഴിക്കും, മുണ്ടില്ലെങ്കിൽ തിന്നാനല്ലേ പറ്റും. അപ്പൊ എങ്ങനെ ഇയാൾ ചോറ് ചോദിക്കുന്നത്? ഇയാൾ പറഞ്ഞു, ഉസ്താദ് അതെങ്ങനെയാണെന്ന് അറിയാം, ഞാൻ കാണിച്ചു തരാം. അതായത് ഇയാൾ പോയിട്ട് ഫ്രണ്ടിൽ ആ ടേബിൾ ഇരിക്കും. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഞാൻ എത്തിന്ന് എന്നിട്ട് കൊണ്ടേക്കോലെ ഇങ്ങനെ, എന്നിട്ട് ഉളുപ്പില്ലാതെ തിന്നും. ശരിയില്ലാത്ത ഭാര്യ ഉണ്ടാക്കി ചോറാ, അതൊക്കെ പറ്റും.
ഒരു നാണമില്ല. അപ്പൊ തിന്നിട്ട് പാത്രം കൊണ്ടാനും ഇതന്നെ അൽറാം പെണ്ണുങ്ങൾ വരും പാത്രം കൊണ്ടുപോകും. ഇതല്ലാതെ മുണ്ടുന്നില്ല ഉസ്താദേ. എന്ത് ജീവിത അതൊക്കെ. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും മാത്രം തമ്മിൽ സംസാരമില്ല. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇങ്ങനെയാണോ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടത്? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തിയില്ലേ, നമ്മുടെ മക്കളുടെ മുമ്പിൽ എപ്പോഴും ഒരു ഭാര്യ ഭർത്താവ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. അത് മക്കൾക്ക് ബാധിക്കും. ഒരു കുട്ടി മദ്രസയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ രാവിലെ ഒരല്പം വൈകിട്ട് വന്നു. ഞാനിപ്പോൾ മദ്രസ എടുക്കുന്നുണ്ട്. കുട്ടി ഒരല്പം വൈകി 6:45 എത്തേണ്ട കുട്ടി 7 മണിയോ 7:15 എന്തോ ആയി. അപ്പൊ ഞാൻ ഡോറിനടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ടെൻഷൻ അടിച്ച് വരികയാണ്. അപ്പൊ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താ ഇത്ര വൈകിയത്? ഞാൻ പിന്നെ തല്ലാൻ നിന്നില്ല. കാരണം നമുക്കിപ്പോൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. പെട്ടെന്ന് നമ്മൾ എന്താ തല്ലരുത്. കാരണം ഈ വൈകി വരുന്ന കുട്ടി ഏതൊരു പൊസിഷനിലാണ് വന്നതെന്ന് നമുക്കറിയില്ല. ഈ കുട്ടിയുടെ മുഖത്ത് നല്ലൊരു ടെൻഷൻ കാണുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ഇത്ര വൈകിയത്? അപ്പൊ പറഞ്ഞു, ഉസ്താദേ എന്നാരും വിളിച്ചില്ല. അപ്പൊ ഉമ്മ എണീച്ചില്ലേ? ഇല്ല. ബാപ്പ എണീച്ചില്ല. അവൻ പറയാണ് അതിന് കാരണം, ഉസ്താദേ ഇന്നലെ രാത്രി ബാപ്പയും ഉമ്മയും ഭയങ്കര കലുമ്പ്. ആ കുട്ടി പറഞ്ഞതാ, ബാപ്പയും ഉമ്മയും ഭയങ്കര കലുമ്പ് ഉസ്താദേ. രാത്രി ഫുള്ള് കലുമ്പിയിട്ട് ബാപ്പയും ഉമ്മയും സുന്ദരമായിട്ട് ഇപ്പൊ ഉറങ്ങുന്നുണ്ട്, എണീച്ചിട്ടില്ല. എനിക്ക് ഇഷാറായപ്പോ ഞാൻ എണീച്ച് വന്നതാ. സിബ് പോലും ഇട്ടിട്ടില്ല, പാവം ഞാൻ ഇട്ട് കൊടുത്തതാണ് പാൻറിന്റെ. ഒരു കുട്ടിയുടെ മാനസികമായ ഒരു വിഷമം നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ കുട്ടിയുടെ മനസ്സിൽ അപ്പൊ തന്നെ ഒരു പകവരാണ്. ഉപ്പാ എന്റെ പെറ്റ ഉമ്മാനെ തല്ലുന്നല്ലേ, വലുതായിക്കോട്ടെ കാണിച്ചരാൻ. അത് വരും. ചില ഭർത്താക്കന്മാർക്ക് എന്തില്ലെങ്കിലും ഒരു 2 അടി വെച്ചാലേ ഉറപ്പ് വരുള്ളൂ. ഓക്ക് 2 അടി വെക്കണം. ഒന്നും കാരണം കിട്ടിയില്ലെങ്കിൽ നടക്കുമ്പോ ഒന്ന് ഇങ്ങനെ തട്ടും. നീ ആരും എന്നെ തട്ടി നടക്കാൻ? അതെങ്കിലും ഒന്ന് തുടങ്ങിയിട്ട് 2 അടി കൊടുക്ക്, എന്നാലും മുപ്പന് വർക്ക് ഒഴിഞ്ഞുള്ളൂ. അങ്ങനെ ഞാൻ പറയാണ്, അങ്ങനെ നിർബന്ധമായിട്ടും ചില വീട്ടുകാരൊക്കെ മഗ്‌രിബിന് ശേഷം റെഡിയായിട്ട് സിറ്റൗട്ടിലിരിക്കുന്ന അറിയോ, ഭർത്താവ് വിളിക്കോ, വേമെന്നോ അവിടെ കസാല വെച്ചോ. എന്താ സിനിമ ഉണ്ട്? സിനിമ അല്ല, ഇപ്പൊ അപ്പുറത്ത് തുടങ്ങും. നോക്കോ, അപ്പുറത്തെ വീട്ടിൽ ഇപ്പൊ തുടങ്ങും. അത് കേൾക്കാൻ ഇപ്പുറത്തെ വീട്ടുകാര് അത്ര നിർബന്ധമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായ നിങ്ങൾക്ക് തമ്മിൽ പ്രശ്നമാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് എവിടെയെങ്കിലും ദൂരം പോയിട്ട് ഏതെങ്കിലും സ്കൂളിന്റെ ഗ്രൗണ്ടിൽ കുറെ പ്രശ്നമാക്കിയിട്ട് വീട്ടിലേക്ക് വരിക. മക്കളെ മുമ്പിൽ ഈ നിലയ്ക്ക് ഭാര്യ ഭർത്താവ് ശണ്ട കൂടിയാൽ ആ മക്കള് സ്വഭാവം മോശമാവും. ശ്രദ്ധിക്കണം എല്ലാവരും. മക്കളെ മനസ്സിൽ പല ചിന്തകളും വരുമ്പം അല്ലാഹു നമ്മളെ കാക്കട്ടെ. നല്ല ഭർത്താക്കന്മാരാവണം നമ്മള്. റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ ജീവിക്കണം നമ്മള്. നബി തങ്ങൾ എത്ര നല്ല ജീവിതമാണ് തന്റെ ഭാര്യമാരോട്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരാവാൻ ജീവിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ആക്കട്ടെ. ഒരല്പം ഭാര്യമാർത് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ഭർത്താവിനിക്ക് എത്രമാത്രം ബാധ്യത തന്റെ ഭാര്യയോട് കൽപ്പിച്ചിട്ടുണ്ടോ, അതേ ഭാര്യക്ക് അതിൽ ഇരട്ടിയായിട്ട് ഭർത്താവിനോടും അല്ലാഹു തആല കടപ്പാട് വെച്ചിട്ടുണ്ട്. ഒരല്പ ചുരുക്കിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാന്റെ പ്രവാചകൻ ഒരു ഭാര്യ, ഒരു പെണ്ണ് വന്നിട്ട് പ്രവാചകനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, എന്റെ എളാപ്പയുടെ മകന്, എന്റെ എളാപ്പയുടെ മകൻ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാ, എന്നെ പുതിനാരിയാക്കാൻ ആഗ്രഹിക്കുന്നു. നബിയേ, അയാൾ എന്റെ ഭർത്താവായാൽ എനിക്ക് ആ ഭർത്താവിനോടുള്ള കടപ്പാട് എന്താണ് നബിയേ? ആ സമയത്ത് അള്ളാന്റെ പ്രവാചകൻ ആ പെണ്ണിനോട് പറഞ്ഞു കൊടുത്തത്, പെണ്ണെ, എനിക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, ചുരുക്കി ഞാൻ പറഞ്ഞു തരാ. നിന്റെ ഭർത്താവാകുന്ന ആ ചെറുപ്പക്കാരന്റെ മൂക്കിൽ നിന്ന് വളരെ അധികം ദുർഗന്ധമുള്ള, വല്ലാത്ത വാസനയുള്ള ചീഞ്ചലം ഇങ്ങനെ മൂക്കിലൂടെ ഇങ്ങനെ വലിച്ചു വരുമ്പോ, പെണ്ണേ, നിന്റെ കൈ കൊണ്ടല്ല, ടവല് കൊണ്ടല്ല, തോർത്തുകൊണ്ടല്ല, നീ ആ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വലിക്കുന്ന ആ ദുർഗന്ധമുള്ള ആ ചീഞ്ചലത്തെ നിന്റെ നാവ് കൊണ്ട് നീ തുടച്ചിട്ട് വൃത്തിയാക്കി കൊടുത്താലും പെണ്ണേ, നിനക്ക് ഭർത്താവിനോടുള്ള കടപ്പാട് തീരുകയില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അത്ര വലിയ കടപ്പാടാ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ളത്. എന്നെ വാല് കേൾക്കുന്ന ഉമ്മ,
നിങ്ങൾക്കുള്ള സ്വർഗം ഭർത്താവിന്റെ കയ്യിലാ, നിങ്ങളെ സ്വർഗം ഭർത്താവിന്റെ കയ്യിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അയ്യുമാ ഇംറാത്തിൽ മാതത് വസൗജുഹാ അൽഹാറാദിൽ വദഖലത്തിൽ ജന്ന. ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുമ്പോ ആ പെണ്ണിന്റെ ഭർത്താവിനിക്ക് ആ പെണ്ണിനോട് നല്ല തൃപ്തിയാണെങ്കിൽ അവള് സ്വർഗത്തിൽ കടന്നു. ഭർത്താവിനോട് നല്ല പൊരുത്തമാ, ഭർത്താവിനിക്ക് ആ പെണ്ണിനോട് നല്ല ഇഷ്ടമാണ്, പൊരുത്താണ്, എന്നാൽ ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു പെണ്ണ് പ്രസവിച്ച് മരിച്ചപ്പോ ആ പെണ്ണിന്റെ ഭർത്താവിന്റെ കരച്ചിൽ ഞാൻ കണ്ടവനാണ്. സഹിക്കാൻ കഴിയാതെ ബാല്യക്കാരൻ പൊട്ടി കരയുകയാ. കാരണം ആ പെണ്ണിനോട് അവനിക്കുണ്ടായിരുന്ന ഒരു ഇഷ്ടമാണ്. എന്റെ മനസ്സോട് ഞാനന്ന് തോന്നിപ്പോയിട്ടുണ്ട്, പഠിച്ചവനെ ഈ പെണ്ണിനിക്ക് സ്വർഗം കിട്ടാൻ ഈ ഭർത്താവിനിക്ക് ഇയാളോടുള്ളതായിരിക്കുന്ന ഈ പൊരുത്തം മതി. ഭർത്താവിന്റെ വാക്കുകൾ അനുസരിക്കേണ്ടവളാണ് ഒരു പെണ്ണ്. പ്രവാചകൻ പറയുകയാണ്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ അവന്റെ വികാര ശമനത്തിന് വേണ്ടി, അവന്റെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ അവൾ ഒട്ടകത്തിന്റെ മുകളിലാണ് ഉള്ളതെങ്കിലും ആ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്റെ ഭർത്താവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കേണ്ടവളാ. മാത്രമല്ല ഹബീബ് നബി നമ്മളോട് പഠിപ്പിച്ചത്, ഏതെങ്കിലും ഒരു മനുഷ്യനിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ സഹോദരാ, നബി തങ്ങൾ പറഞ്ഞത് ഒരു ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് നബിയോട് അവർക്കുള്ള ഒട്ടകത്തിന്റെ പരാതി പറഞ്ഞു. നബിയെ, ഞങ്ങൾക്കൊരു ഒട്ടകമുണ്ട്, ആ ഒട്ടകം ഭയങ്കര ശല്യം ചെയ്യാണ്, നമ്മൾ അതിന് മേലെ കയറാൻ സമ്മതിക്കണില്ല, ഞങ്ങൾ ചരക്കത് കൊണ്ടുപോകുന്നില്ല, ഞങ്ങളൊക്കെ കുത്തി വീഴ്ത്താണ്, അത് ഭയങ്കര ശല്യം ചെയ്യുന്ന ഒട്ടകം, അതുകൊണ്ട് നബി തങ്ങൾ ഒന്ന് വന്നിട്ട് അത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. നബി തങ്ങൾ ആ ഒട്ടകത്തിനെ കാണാൻ വേണ്ടിയിട്ട് നേരെ ആ തോട്ടത്തിലേക്ക് പോയി. തോട്ടത്തിലേക്ക് പോകുമ്പോൾ ആ തോട്ടത്തിന് ഒരു സൈഡിൽ ഈ ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിനടുത്തേക്ക് റസൂൽ പോകുമ്പോൾ ഇവർ പറഞ്ഞു, നബിയെ പോകല്ലേ, ഭയങ്കര ഉപദ്രവിക്കുന്ന ഒട്ടകമാണത്, നബിയെ കുത്തി വീഴ്ത്തിയേക്കാണോ അത്, അങ്ങോട്ട് പോകല്ലേ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല, എന്നെ ഈ ഒട്ടകം ഒന്നും ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ആ ഒട്ടകത്തിനടുത്തേക്ക് പോയി. ഒട്ടകത്തിനടുത്ത് പോയിട്ട് നബി തങ്ങൾ ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണിങ്ങനെ പിടിച്ചപ്പോ ചരിത്രം പറയാണ്, ആ ഒട്ടകം റസൂലുള്ളാഹിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് സുജൂദ് ചെയ്തു. ഒട്ടകം റസൂലുള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു. അതൊക്കെ നമ്മൾ മൗലിദിലൊക്കെ പാടാറില്ലേ, റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്തിട്ടുണ്ട്. ഒട്ടകം സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പോ ഈ ആളുകൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഒരു മൃഗമാകുന്ന ഒരു ജീവി, ഒരു മൃഗമാണ് ഒട്ടകം, ഒരു പ്രാണി അങ്ങയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടവരാണ് നമ്മൾ, അതുകൊണ്ട് ഞങ്ങൾ നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. ഒരു ഒട്ടകം റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സുജൂദ് ചെയ്യേണ്ട ആളുകളല്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി ഈ സംഭവം പറഞ്ഞത്. ഇല്ല, പാടില്ല, നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യരുത്, ഞാൻ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും അള്ളാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു ഭാര്യയോട് തന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുമായിരുന്നു. അത് കൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യരുത്. അതുകൊണ്ട് സഹോദരിമാരെ, ഭർത്താവിന്റെ കൽപ്പനകൾ പരിപൂർണമായി ശിരസാ വഹിക്കേണ്ടവളാണ് ഒരു ഭാര്യ. മാത്രമല്ല, ഏതൊരു വിഷമമായിട്ട് ഒരു ഭർത്താവ് തന്റെ വീട്ടിലേക്ക് കയറി വന്നാലും ആ വിഷമം തീർത്തു കൊടുക്കാൻ കഴിവുള്ള ഒരു പെണ്ണായിരിക്കണം ഭാര്യ എന്ന് പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്, ഖൈറുൻ നിസായി, നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ഇദാ നളർത ഇലൈഹാ സറതുക, ആ ഭാര്യന്റെ മുഖം നോക്കുമ്പോ നമുക്ക് സന്തോഷാകണം, നമ്മളെല്ലാ ബേജാറും മാറണം. നമ്മൾ കടയിലേക്കൊക്കെ പോയിട്ട് കച്ചവടത്തൊക്കെ പിന്നെ ലാഭമൊന്നും കിട്ടാതെ ടെൻഷനായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴും ആ ഭാര്യയുടെ മുഖം കാണുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനും തീരണം. അങ്ങനെയുള്ള ഭാര്യമാരായി നമ്മുടെ ഭാര്യമാരെ അല്ലാഹു തആല ആക്കി തീർക്കട്ടെ. 4 പെണ്ണുങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 4 പെണ്ണുങ്ങൾ നരകക്കാരിയാണ്, നരകം വിലക്ക് വാങ്ങുന്നവരാണ് എന്നാണ് നബി തങ്ങളെ പഠിപ്പിച്ചത്. വളരെ ചുരുക്കിയിട്ട് ആ 4 ആളുകളെ പരിചയപ്പെടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച 4 ആളിൽ ഒന്നാമത്തെ പെണ്ണ് 4 പെണ്ണുങ്ങൾ നരകക്കാരികളാണ്, നരകത്തിലെ സഹോദരിമാരാ. അതിൽ ഒന്നാമത്തെ പെണ്ണാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിക്കുന്ന പെങ്ങളെ, ഇംറാത്തുൽ ബദിയത്തുൽ ലിസാനി അലാ സൗജിഹാ
ഒന്നാമത്തെ പെണ്ണ്, നരകമ്പലക്കമാകുന്ന ഒന്നാമത്തെ പെണ്ണ് തന്റെ ഭർത്താവിനെ നാവ് കൊണ്ട് വല്ലാത്ത ശല്യം ചെയ്യുന്നവളാ. ഇദാ ഗാബത് അൻഹാ സൗജഹാ ലം തസുൽ നഫ്സഹാ. ഭർത്താവ് തന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയാൽ തന്റെ ശരീരത്തെ അവള് കാക്കാറില്ല. വൈദാ ഹലറഹാ ആദതു ബിലിസാനിഹാ. നരകക്കാരിയായ ഒന്നാമത്തെ പെണ്ണ് ഭർത്താവിനെ നാവ് കൊണ്ട് ഭയങ്കര ശല്യപ്പെടുത്തുന്നവള്, ഭർത്താവിനെ ചീത്ത പറയുന്നവള്, ഭർത്താവിനെ മോശം പറയുന്നവള്. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ ഡാഷിന്റെ മകനെ എന്ന് വിളിച്ചെനിക്ക് ഞാൻ അനുഭവസ്ഥനാണ്. എനിക്കറിയാം ഡാഷിന്റെ മകനെ എന്ന് പറഞ്ഞാൽ ആ ഡാഷ് ഞാനത് പറയാതെ പാടില്ലാത്ത കൊണ്ടാണ് മൈക്കിൽ ഡാഷ് എന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിലേക്ക് 4 കാലിൽ ഓടുന്നൊരു സാധനമല്ലേ, അതിന്റെ പേരാ പറഞ്ഞതോള്. സ്വന്തം ഭർത്താവിനെ ആ പേര് വിളിച്ചത്. ഭർത്താവിനെ വല്ലാതെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നവള്. ഭർത്താവ് നാട്ടിൽ നിന്ന് മാറിപ്പോയാൽ അവളെ ശരീരത്തെ കാക്കൂല. അവളെ ഹറാമായ ആണുങ്ങളുമായി ബന്ധം പുലർത്തും, ഹറാമായ ആണുങ്ങളുമായി കമ്പനി ഉണ്ടാക്കും, ഹറാമായ ആണുങ്ങളെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. അവൾ നരകത്തിൻ ബലക്കമാകുന്ന പെണ്ണാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരുപാട് ഇങ്ങനെയുള്ള ഖേദകരമാകുന്ന പല സംഭവങ്ങളും പലയിടത്തും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളെ നന്നാക്കട്ടെ, നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സ്വാലിഹത്തുകളാക്കട്ടെ. നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ രാത്രി ഇങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണ് ബേജാറോടൊരു പാട്ട് പാടുക. എന്ന് തുടങ്ങുന്നൊരു പാട്ട് ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പാതിരാക്കി ഇങ്ങനെ പാടുന്ന കേട്ടു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ പെണ്ണ് പറയാണ്, ഈ രാത്രി എത്ര ഇരുണ്ടതാ, ഈ രാത്രി എനിക്ക് സമയമേ പോകുന്നില്ല, എത്ര ദൈർഘ്യമാണ് ഈ രാത്രി, എനിക്ക് ടൈം പാസ് ആകുന്നില്ല. എന്റെ ഭർത്താവ് ഏതോ ഒരു നാട്ടിലേക്ക് പോയിട്ടാണുള്ളത്. ഭർത്താവ് അള്ളാന്റെ കൂലി ആഗ്രഹിച്ചു കൊണ്ടുപോയതല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഹറാമായ ആണിനെ എന്റെ ഈ കട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എന്റെ സുഖം തീർക്കുമായിരുന്നു എന്ന് ആ പെണ്ണിങ്ങനെ പാടുന്ന കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് മകളാകുന്ന ഹഫ്സായെ വിളിച്ച്, ഹഫ്സാ ബീബിനെ വിളിച്ച് പറഞ്ഞു, ഹഫ്സ സത്യം പറയണം, ബാപ്പയാണെന്ന് പറഞ്ഞിട്ട് നീ ഒളിപ്പിച്ചു വെക്കരുത്, മടിയായിട്ട് ഒളിപ്പിച്ചു വെക്കരുത്, തുറന്നു പറയണം ഹഫ്സ. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഒരു ഭർത്താവിനെ മാറി നിന്നിട്ട്, ഒരു ഭർത്താവിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു പെണ്ണിനിക്ക് എത്ര കാലം സഹിച്ചു നിൽക്കാൻ കഴിയും? നേര് നീ പറയണം. ഒരു ഭർത്താവിനെ തൊട്ട് മാറിയിട്ട് ഒരു പെണ്ണിനിക്ക് എത്ര കാലം സഹിച്ചു നിൽക്കാൻ കഴിയും? ഹഫ്സാ ബീബി ആദ്യൊരു നാണത്തിന് ഇങ്ങനെ, നാണിക്കരുത് നീ പറയണം. ഹഫ്സാ ബീബി പറഞ്ഞത്, ബാപ്പ ഏറ്റവും മാക്സിമം പോയാൽ 4 മാസത്തിനപ്പുറം പോകാൻ കഴിയില്ല. 4 മാസമേ ഒരു പെണ്ണ് സഹിക്കുള്ളൂ. ഒന്ന് നമ്മൾക്ക് ആലോചിക്കുന്നത് നല്ലതല്ലേ? 4 മാസമല്ല, 4 കൊല്ലവും 5 കൊല്ലവും ഒക്കെ ഭാര്യമാരുമായി അകന്നു നിൽക്കുന്നവരെ പെണ്ണിനിക്ക് ആണിനേക്കാൾ വികാരം അധികമാ. ഒരു പക്ഷേ അതിന്റെ പേരില് വല്ല തെറ്റിലേക്കാ പെണ്ണ് പോയാൽ അതിന്റെ ഉത്തരവാദി നമ്മളാണ് കേട്ടോ. എന്നാൽ എന്റെ സഹോദരിമാരോട് അള്ളാനെ ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാന്റെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ, ഭർത്താവല്ലാത്തൊരു ഹറാമായ പുരുഷന് മനസ്സുകൊണ്ട് കൊതിക്കല്ലേ, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകല്ലേ. ഭർത്താവല്ലാത്തൊരു ഹറാമായ പുരുഷനെ ഭർത്താവിന്റെ വിരിപ്പിലേക്ക് കൊണ്ടുവരല്ലേ. നിനക്ക് സ്വർഗ ഹറാമാ, അവളെ നരകമ്പലക്ക് വാങ്ങുന്നവളാ. നാട്ടിലെ ഭർത്താവില്ലെങ്കിൽ ശരീരം കാക്കാത്ത പെണ്ണ്, നാട്ടിലേക്ക് ഭർത്താവ് വന്നാൽ ഭർത്താവിനെ വല്ലാതെ ശല്യം ചെയ്യുന്ന പെണ്ണ്. രണ്ടാമത്തെ പെണ്ണാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഇംറാത്തുൻ തകല്ലഫു സൗജഹാ മാ ലാ യുതീഖ്. രണ്ടാമത്തെ പെണ്ണ് തന്റെ ഭർത്താവിന് കഴിയാത്തത്, തന്റെ ഭർത്താവിന് സാധിക്കാത്തത് ഭർത്താവിനോട് കൊണ്ടുവരാൻ വേണ്ടി നിർബന്ധിക്കുന്ന പെണ്ണ്.
ഭർത്താവിന് ഇത് കൊണ്ടുവരാൻ കഴിയാത്തത്, ഭർത്താവിന് കൊണ്ടുകൊടുക്കാൻ കഴിയാത്തത് നിർബന്ധിപ്പിച്ച് എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം. ഒരു കല്യാണത്തിനൊക്കെ പോയാൽ ആ കല്യാണത്തിന് വീട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള സകലമായ കാര്യം നോക്കിയിട്ട് ഇവള് വരും. എന്നിട്ട് ആ സംഗതി എല്ലാം എനിക്ക് എത്തിച്ചു തരണമെന്ന് ഭർത്താവിനെ നിർബന്ധിപ്പിക്കും. പാവം ഭർത്താവിന് ഇതൊന്നും കഴിയില്ല. കഴിയാത്ത ഭർത്താവിനോട് കഴിയാത്ത കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറയുന്ന പെണ്ണ്, സഹോദരാ, ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ, മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾക്കുള്ള പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ തന്റെ ജീവിതകാലത്ത് അലിയാർ തങ്ങൾ ഒരു കാര്യത്തിൽ പോലും ഫാത്തിമ ബീബി പ്രയാസപ്പെടുത്തിയിട്ടില്ല. നല്ല പൊരുത്തമുള്ള ജീവിതമാണ് രണ്ടുപേരുടേതും. അത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം, അത് തരണം, ഇത് തരണമെന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീബി അലിയാർ തങ്ങൾ ഒരു കാലത്തും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് പറഞ്ഞത്രേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, തങ്ങൾ ഇൻഷാ അല്ലാഹ് ദ്വാരന്നിട്ട് ഇങ്ങോട്ട് വരൂ, തങ്ങൾ കയറിയ ഉടനെ ഞാൻ സ്റ്റോപ്പാക്കും. സമയം ഇപ്പം തന്നെ 11:30 മണി കഴിഞ്ഞിട്ടുണ്ട്, ഇനി കൂടുതൽ ഞാൻ കേട്ടുകൊണ്ട് പോകില്ല. നമുക്ക് നാളെ മറ്റൊക്കെ പരിപാടി ഉള്ളതാണ്. കൂടുതൽ ഉറക്കൊഴിച്ചാൽ അത് പ്രശ്നമാകും. 12:30 1 മണിവരെയൊക്കെ വാല് കേട്ടിട്ട് സുബഹി കലാന്നുണ്ടെങ്കിൽ ആ വാലിൻ്റെ ആവശ്യമില്ല നമുക്ക്. അതുകൊണ്ട് സുബഹി ഒന്നും കലാകാൻ പാടില്ല നമ്മുടെ വാല് കൊണ്ട്. കഴിവിൻ്റെ പരമാവധിയൊക്കെ വാലുകൾ കയ്യിൽ നിന്നത്ര വേഗം നിർത്തിയിട്ട് വേഗം പോയി ഉറങ്ങാനാണ് നോക്കേണ്ടത്. അല്ല ഇതിന്റെ പേരിൽ സുബഹി കലായി പോകരുത്. പഠിച്ചതൊക്കെ സുബഹി കഥാതെ നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് ആക്കട്ടെ. ഇവിടൊക്കെ അങ്ങനെ ആയിരിക്കാം, ഇവിടൊക്കെ ജമാഅത്തിനൊക്കെ ഫുൾ ആളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുബഹിന്റെ ജമാഅത്തിനേക്ക് ഉസ്താദല്ലേ? അതുണ്ട്. ഇവിടെ ഒരുപാട് പള്ളിയുണ്ട്. ഞാനിപ്പോൾ ഒരു പള്ളിയുണ്ട്, ഇപ്പോൾ ധാരാളം പള്ളികളുണ്ട്. അപ്പോൾ ആർക്കും ഒരു പേടിക്കണ്ട, കാരണം എല്ലാവർക്കും അടുത്തടുത്ത് പോകാനുള്ള പള്ളികളുണ്ട്. ആ പള്ളികളൊക്കെ ജമാഅത്ത് കൊണ്ട് നിറയണം. അല്ലാഹു തൗഫീഖ് ആക്കട്ടെ. കഴിഞ്ഞ 22-ാം തീയതിക്ക് എങ്ങനെയായിരുന്നു അതുപോലെ എല്ലാ ദിവസവും ആകണം. എന്താ അപ്പോൾ വന്നല്ലേ? ഞാനൊരു വായിസ് കേട്ടിട്ടുള്ളൂ, നാളെ സുബഹിക്ക് എല്ലാവരും എത്തണം, യാ റഹ്മാനെ വന്ന് വരുത്തുന്ന പറഞ്ഞാൽ. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ വരുമെന്നുള്ളത് ഉറപ്പല്ലേ? എന്നും അതുപോലെ അള്ളാനെ പേടിച്ച് വന്നാൽ അള്ളാനെ നല്ല തൃപ്തി നമുക്കുണ്ട്. ഇരിക്കട്ടെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ഒരു ദിവസം അലിയാർ തങ്ങൾ പറഞ്ഞു, ഭർത്താവേ, ഞാൻ ഇന്നുവരെ നിങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ഇന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഒരു ഗർഭിണിയാണ്. അപ്പൊ ഗർഭിണിമാർക്ക് പൊതുവെ എന്താണ് ആഗ്രഹം കൂടുതലാ. നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ഒരു ആചാരമുണ്ട്, ഇവിടെ ഉണ്ടത് ചീരണ് കൊണ്ടുപോലൻ. നമ്മളടുത്ത് വേറെ അപ്പമംഗലം എന്നാ നമ്മുടെ നാട്ടിൽ പറയല്ലേ, ഞാൻ വീട്ടിലെക്കാരനല്ലേ, അപ്പമംഗലം എന്ന് പറയാടെ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗർഭം ധരിച്ചാൽ പെണ്ണിന്റെ വീട്ടുകാർ എന്താക്കും, കുറേ, കാരണം ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുത്താൽ ഉപ്പാക്ക് അതോടുകൂടി സമാധാനം തീർന്നിട്ടില്ല അല്ലേ? ഇപ്പോഴത്തെ ഉപ്പാറൊക്കെ അവസ്ഥ കണ്ടെങ്കിൽ കാണുന്ന, പെണ്ണ് കെട്ടിച്ചാൽ ഒരു 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കോളം ഇതേ ഉപ്പ തന്നെയാണ് നോക്കേണ്ടത്. കാരണം എന്താ, ചിലടത്ത് ചില നിയമങ്ങളാ. 1ാമത്തെ പ്രസവത്തിന്റെ ഹോസ്പിറ്റൽ ചെലവ് നോക്കേണ്ടത് പെണ്ണിന്റെ ഉപ്പ, ഉള്ളിയത്തിറക്കുന്നവന്റെ കൂലി കൊടുക്കേണ്ടത് പെണ്ണിന്റെ ഉപ്പ, തൊട്ടട്ടിന് ചെലവാക്കേണ്ടത് പെണ്ണിന്റെ ഉപ്പ. അപ്പൊ ഈ യോന എന്നിട്ട് ബല ആരിക്കാവർക്ക് ഒരു സ്ഥലത്തെ പറ്റി ഒരുപാട് സമയം ഞാൻ ഇരുന്നു. തൊട്ടിലട്ടിന് പോയതാ, മുടികളാൻ വേണ്ടി പോയതാ. എന്താ ഓറെത്തീറ്റ ആരിപ്പോ ഓറ് മരക്കാളാ? അല്ലല്ല, ചക്കന്റെ വീട്ടാറെത്തണം. ഓറെത്താതെങ്കാൽ ഉസ്താദ് ദ്വാരെന്നാൽ ചൊടിച്ചീറ അവര്. ചെലവ് നോക്കുന്നതൊക്കെ ആരായിരിക്കാം? പെണ്ണിന്റെ ഉപ്പയായിരിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ നാടുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സയ്യിദ്, ആ സയ്യിദിന്റെ മകനാണത്രേ. ഞാൻ ഇന്നാണ് മൂപ്പരെ കുറിച്ച് അറിഞ്ഞത്. ഈ നാട്ടിൽ ഒരുപാട് കാലം ജീവിച്ചിരുന്ന ആളായിരുന്നു മൂപ്പരുടെ ബാപ്പ. അല്ലാഹു തആല ഒന്നും കൂടി ആ ഒരു ബന്ധം പുലർത്താൻ നിങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടുണ്ട്. അല്ലാഹു മഹാനായ സയ്യിദ് അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എല്ലാവരോടും ഇരിക്കും. മഹാനായിരിക്കുന്ന അലിയാർ തങ്ങളോട് ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അലിയാർ തങ്ങളെ, ഞാൻ ഗർഭിണിയാണ്, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്, അങ്ങ് വന്ന് ഇത് നടത്തി തരുമോ? എന്താണ് ആഗ്രഹമെന്നറിയോ? മറ്റൊന്നുമല്ല തങ്ങളെ, എനിക്കൊരു റുമാൻ തിന്നാൻ വല്ലാത്ത കൊതിയുണ്ട്, ഒരു റുമാൻ പഴം തിന്നാൻ വല്ലാത്ത ആഗ്രഹമാ. ഈ കൊതി അങ്ങോട്ട് പറഞ്ഞപ്പോ മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ ഒരൽപ്പം മാറി നിന്നിട്ട് അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, അല്ലാ പടച്ചവനെ, ഇവിടെ നിന്ന് ഞാനൊരു മുറുമാ പഴം കൊണ്ട് കൊടുക്കുന്നത്, അത് കൊടുക്കാനുള്ളൊരു ചില്ലിക്കാസ് പോലും അലിയാർ തങ്ങളെ കൈവശമില്ല.
അലിയാർ തങ്ങൾ വേഗം ഓടുകയാണ്. ഫാത്തിമ ബീവിയുടെ ആഗ്രഹം നിറവേറ്റാതിരിക്കാൻ കഴിയില്ലല്ലോ. എവിടെയോ പോയിട്ട് ജോലിയെടുത്തിട്ട് അവിടെ കിട്ടിയതായിരിക്കുന്ന ചെറിയ ഒരു ദിർഹം കൊണ്ട് മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ നല്ല ഒരു റുമ്മാ പഴം വാങ്ങിയിട്ട് വരുന്ന വഴിയിൽ വെച്ച് ഒരു യാചകൻ കൈ നീട്ടുകയാ. അലിയാർ തങ്ങളെ കഴിക്കാതെ ഒരുപാട് ദിവസമായി, ഒന്ന് കഴിക്കാതെ ദിവസങ്ങളോളമായി, എനിക്ക് തിന്നാ വല്ലതും തരുമോ? അലിയാർ തങ്ങൾ ചിന്തിച്ചു, അല്ലാ, ഇതുവരെ എന്നോടൊന്നും ചോദിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ഫാത്തിമക്ക് കൊടുക്കാനാ ഞാൻ ഈ റുമ്മാന് കൊണ്ടുപോകുന്നത്. ഇത് ഈ പാവപ്പെട്ട ഫക്കീറിന് കൊടുക്കണോ അതല്ല ഫാത്തിമക്ക് കൊടുക്കണോ? അല്ല പറയുന്നത് ചോദിച്ചവരെ തടയരുത്. ഒന്നും നോക്കില്ല അലിയാർ തങ്ങള് ഫാത്തിമ ബീബിക്ക് കൊണ്ടുവന്ന റുമാന് ആ ഫക്കീറിന്റെ കയ്യിൽ കൊടുത്തു. അയാളത് തിന്നിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹനെ സ്തുതിച്ചു. അലിയാർ തങ്ങൾ ഓടി വന്ന വീട്ടിലേക്ക്. എങ്ങനെയാണ് ഈ കഥ ഫാത്തിമയോട് ഞാൻ പറയേണ്ടത്? മെല്ലെ മെല്ലെ പറഞ്ഞപ്പോ, ഓ പെങ്ങളെ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ ഭർത്താവിനോട് പറഞ്ഞ മറുപടി, ഓ പ്രിയപ്പെട്ട പുതിയാപ്പിള, നിങ്ങൾ ചെയ്തത് എത്ര നല്ല ഒരു സംഗതിയാണ്. ഒരു പാവപ്പെട്ട ഫക്കീറിനേക്ക് നിങ്ങൾ കൊടുത്ത ഈ സദഖയുണ്ടല്ലോ, എനിക്കത് വല്ലാത്ത ഇഷ്ടപ്പെട്ടു. ഞാൻ തിന്നില്ലെങ്കിൽ വേണ്ടിയില്ല. നമ്മളെ പെണ്ണുങ്ങൾ എന്താ കാട്ടീനു? നോക്കറോ ഒരു റുമാനെ ചോദിച്ചു, അതും ആരായിരിക്കും കൊടുത്തിരുമ്പോ നിങ്ങളൊന്നും മിണ്ടാണ്ട് പോയ ചങ്ങായിരിക്കും. അതും ആരായിരിക്കും കൊടുത്തിട്ട് നിങ്ങൾ വന്നത്? അതോടുകൂടി നമ്മൾ ഭാര്യ തെറ്റട്ടീനോ? ഫാത്തിമ പറഞ്ഞു, സാരയില്ല, അതാണ് എനിക്കിഷ്ടം. ഭാര്യക്ക് ഭർത്താവോട് പൊരുത്തം, ഭർത്താവിന് ഭാര്യയോട് നല്ല പൊരുത്തം. അഡ്ജസ്റ്റ്മെന്റ് ജീവിതമാണ് രണ്ടാളതും. ആ ദാമ്പത്യത്തിലാണ് ബർക്കത്തുള്ളത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. മൂന്നാമത്തെ പെണ്ണാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ പെണ്ണ് ഇംറാത്തുൽ തഖ്റുജു മിൻ ബൈതിഹാ മുതബഹറജതൻ. ആ പെണ്ണ് അവളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ആഡംബര വസ്ത്രങ്ങൾ ധരിച്ചിട്ട്, നല്ല മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട്, ഔറത്ത് ശരിക്കും മറക്കാതെ, ലാ തസ്തുറു ബദനഹാ അൽ അജാനിബി, അന്യ പെണ്ണ് പുരുഷന്മാരെ തൊട്ട് ശരീരം മറക്കാതെ പുറത്തിറങ്ങുന്ന പെണ്ണ് നരകം വിലക്ക് വാങ്ങുന്ന പെണ്ണാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നാലാമത്തെ പെണ്ണ് ഇംറാത്തുൻ, ഒരു പെണ്ണ. എങ്ങനത്തെ പെണ്ണാണ്? ലൈസ ലഹാ ഹമ്മുൻ, ഓൾക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു ബേജാറും ഇല്ല. ഉണ്ട് എന്ന് മാത്രമേ ഇല്ലല്ല കുലു വശുറുബു വന്നൗമു, തിന്നണം, കുടിക്കണം, ഉറങ്ങണം, പിന്നെ ഉണ്ടെങ്കിൽ സീരിയലും കാണണം. വേറെ ഒരു ടെൻഷനും ഓക്കില്ല. സീരിയൽ കാണണമെന്ന് അതി സീരിയൽ കേട്ടോ, അത് ഞാൻ എന്റെ വക പറഞ്ഞതാ. അവിടെ അത്രേ ഉള്ളൂ, തിന്നണം, കുടിക്കണം, ഉറങ്ങണം. ലൈസ ലഹാ റഗബത്തുൽ ഫി സ്വലാത്തി വലാ റഗബത്തുൻ ഫി ത്വാഅത്തില്ലാഹി വലാ റഗബത്തുൻ ഫി ത്വാഅത്തിർ റസൂലി വലാ റഗബത്തുൻ ഫി ത്വാഅത്തി സൗജിഹാ. ഭർത്താവിനെ അനുസരിക്കണം, അല്ലാഹനെ അനുസരിക്കണം, റസൂലുള്ളാഹിനെ അനുസരിക്കണം, നിസ്കരിക്കണം, ഇങ്ങനത്തെ ഒരു ചിന്തയും ആ പെണ്ണിനിക്കില്ല. അത്തരക്കാരിയായ പെണ്ണും നരകക്കാരിയാണ് എന്നാ റസൂലുള്ള പറഞ്ഞത്. ഈ 4 വിഭാഗത്തിൽ ഒരു പെണ്ണും പെട്ടുപോകരുത്. അലിയാർ തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയെ പോലെ, ഫാത്തിമ ബീവിയെ പോലെ, അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മത്ത് ബീവിയെ പോലെ ഭർത്താവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട്, ഭർത്താവിന്റെ ഖിദ്മത്ത് ചെയ്ത്, ഭർത്താവിന്റെ പാദസേവ ചെയ്ത്, ഭർത്താവിന്റെ പൊരുത്തത്തിലൂടെ ജീവിച്ച് നിങ്ങൾക്ക് മരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഒരു നല്ല ഭാര്യയുടെ ലക്ഷണം. ഭർത്താവിന് ഇഷ്ടപ്പെട്ടവളാകാൻ കഴിയണം, ഭർത്താവിന്റെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ കഴിയുന്നവളാകണം, ഒരു വീട്ടിന്റെ ഐശ്വര്യമാകണം ആ വീടിന്റെ ഭാര്യ. ആ വീട്ടിലാണ് അല്ലാഹുവിന്റെ ബർക്കത്ത് വരിക, ആ വീടാണ് ദുനിയാവിന്റെ സ്വർഗം. അതല്ല ഭാര്യയും ഭർത്താവും എന്നും പരസ്പര കലഹങ്ങളാ. ഭർത്താവിന്റെ ഉമ്മയും ഭാര്യയുമായിട്ട് ഒന്നും എപ്പോഴും ശരി പോകാറില്ല. ഭർത്താവിന്റെ പെങ്ങന്മാരായിട്ട് നമ്മുടെ ഭാര്യമാർക്ക് ശരി പോകുന്നില്ലെങ്കിൽ ആ ജീവിതം ദുനിയാവിന്റെ നരകമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളെ സന്തുഷ്ട കുടുംബങ്ങളാക്കി തരട്ടെ. നമ്മുടെ ഭാര്യമാരെ അല്ലാഹു തആല സ്വാലിഹത്തുകളാക്കി തരട്ടെ. നമ്മളെ അല്ലാഹു തആല നല്ല ഭർത്താക്കന്മാരാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നല്ലതുപോലെ അല്ലാഹുവിന്റെ വജ്ഹ് കരുതിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും പഠിക്കണം. കുടുംബ ജീവിതം നല്ല നിലക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പഠിക്കണം. നമ്മുടെ മക്കളെ അദബ് പഠിപ്പിച്ച്
പഠിപ്പിച്ചുകൊണ്ട് ഗുരുത്വം പഠിപ്പിച്ചുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടി ഓരോ ബാപ്പന്മാരും മക്കളെ പരിശീലിപ്പിക്കണം. മക്കൾ അതുകൊണ്ട് വസിയത്ത് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ മക്കൾ ഭാവിയിൽ നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നടക്കുന്ന സ്വലാത്തിലൊക്കെ ദുആയിലൊക്കെ സാധുവായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടി എല്ലാ ഓരോരുത്തരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മരിച്ചുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗലോകത്ത് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ ചെയ്തുകൊണ്ട് എല്ലാവരുടെ ദുആ വസിയത്തോടുകൂടി വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.